ഹലോ, ഓഡിബിൾ ആണോ? കേൾക്കാവോ? മാഡം കേൾക്കാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ടോസ് അക്കാഡമിയിലേക്ക് സ്വാഗതം കേട്ടോ. നമ്മൾ ഇന്ന് നിങ്ങൾ കാറ്റഗറി 3യുടെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതാണ് അല്ലെ? നിങ്ങൾ അത്യാവശ്യം പ്രിപ്പയർഡ് അല്ലേ? അത്യാവശ്യം കണ്ടന്റുകളൊക്കെ ഒന്ന് ഓടിച്ചു നോക്കിയവരായിരിക്കണം കേട്ടോ ഈ ലൈവിൽ ഉണ്ടായിരിക്കേണ്ടത്. കാരണം നമുക്ക് A to Z എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾക്കൊരു ക്വിക്ക് റിവിഷൻ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ലൈവിൽ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ഓക്കെ എന്തെങ്കിലും പറയുന്നുണ്ടോ ആരെങ്കിലും? ഓക്കെ അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവരെയും നമ്മുടെ ടോസ് അക്കാഡമിയിലേക്ക് വെൽക്കം ചെയ്യാണ്. അപ്പൊ നമുക്ക് ആദ്യം കെമിസ്ട്രിയിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ദിവ്യ മിസ് ആണ് കെമിസ്ട്രിയുടെ ടോപ്പിക് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഹൈലി എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂലായിരിക്കും നമ്മുടെ ഡിസ്കഷൻ പോകുന്നത്. പറയുന്നതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ മിസ് സ്ക്രീൻ ഷെയർ ചെയ്തിട്ടായിരിക്കും പറയുന്നത്. അപ്പൊ നിങ്ങൾ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജ് ആയിട്ട് ടൈപ്പ് ചെയ്യരുത്, നിങ്ങളുടെ മൈക്ക് ഓൺ ആക്കിയിട്ട് തന്നെ സംസാരിക്കുക കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇടയ്ക്ക് ചോദിക്കുന്നതിന്റെ വർക്ക്ഔട്ട് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ചോദിക്കണമെങ്കിൽ ചോദിക്കാം മൈക്ക് ഓൺ ആക്കിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ മിസ് എല്ലാ ഡിസ്കഷനും കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഇന്ററാക്ഷൻ സെഷൻ തരും, ആ സമയത്തും ചോദിക്കാം. ഓക്കെ, ശേഷം നമ്മൾ ഫിസിക്സിന്റെ ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ ദിവ്യ മിസ്, നമുക്ക് സ്റ്റാർട്ട് ചെയ്യല്ലേ? ഓക്കെ മിസ്, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ ടോസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. നമുക്ക് പെട്ടെന്ന് തന്നെ കെമിസ്ട്രി സെഷനിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് പൊതുവെ ചോദിച്ചു വരാനുള്ള ഏരിയാസ്, അതിന്റെ അഡ്വാൻസ്ഡ് അങ്ങനത്തെ കുറച്ച് ഏരിയാസ് ആണ് നമ്മൾ ഈ ഒരു 30 to 40 മിനിറ്റ്സ് കൊണ്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓഡിബിൾ ആണല്ലോ അല്ലെ? സൗണ്ട് ബ്രേക്കേജ് ഒന്നും ഇല്ലല്ലോ ആർക്കും? അനീറ്റ മിസ്സേ, സൗണ്ട് ബ്രേക്ക് ഒന്നും ഇല്ലല്ലോ അല്ലെ? ഓക്കെ, അപ്പോ ഫസ്റ്റ് ഐസോട്ടോപ്പ് തന്നിരിക്കുന്നതിനകത്ത് ഐസോട്ടോപ്പ് ഏതാണെന്ന് സെലക്ട് ചെയ്യുക.
അപ്പൊ ഐസോടോപ്പിനെ കുറിച്ച് പറയുമ്പോൾ എന്താണ്, സെയിം അറ്റോമിക് നമ്പരും, ആ പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ഓർത്തിരിക്കേണ്ടത്, സെയിം അറ്റോമിക് നമ്പർ, ഡിഫറെന്റ് മാസ് നമ്പർ. എക്സാമ്പിൾ ഞാൻ എഴുതാം. H11, H12, H13 ഈ മൂന്നെണ്ണം ഹൈഡ്രജന്റെ ഐസോടോപ്പുകളാണ്. ഇവിടെ എന്താ പ്രത്യേകത? ഒരു എലമെന്റിൽ നമ്മൾ എഴുതുമ്പോൾ, ഇപ്പോ നമ്മൾ എം എന്ന് പറഞ്ഞ ഒരു എലമെന്റിൽ എഴുതുമ്പോൾ അതിന്റെ താഴെ ചുവടെ കാണിക്കുന്നത് ആറ്റോമിക് നമ്പരും മുകളിലുള്ളത് മാസ് നമ്പരും ആയിരിക്കും. മുകളിൽ എഴുതുന്നത് മാസ് നമ്പരും ആയിരിക്കും. അപ്പൊ ഈ ഞാൻ എഴുതിയിരിക്കുന്ന ഹൈഡ്രജന്റെ ഐസോടോപ്പുകൾ എന്ന് പറഞ്ഞ ഈ മൂന്ന് എലമെന്റ്സിനെ എടുക്കുമ്പോഴത്തേക്കും ഇവിടെ താഴെ കൊടുത്തിരിക്കുന്ന വാല്യൂ, അതായത് ആറ്റോമിക നമ്പർ എന്താണ്, സെയിം ആണ്, 1 ആണ്. വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത് മാസ് നമ്പർ ആണ്. ഏറ്റവും ടോപ്പിൽ കൊടുത്തിരിക്കുന്ന വാല്യൂസ് ആണ് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ മൂന്നെണ്ണത്തിലും പ്രത്യേകത എന്താണ്, സെയിം അറ്റോമിക് നമ്പർ ആണ്, ഡിഫറെന്റ് മാസ് നമ്പർ ആണ്. അതുകൊണ്ട് ഇവര് ഐസോടോപ്പുകളാണ്. ഇനി അടുത്തത് ഐസോബാർസ്. ഐസോബാർസിന്റെ ഉദാഹരണം ആദ്യം എഴുതിയിട്ട് ഡിസ്കസ് ചെയ്യാം. ആർഗൺ 1840, പൊട്ടാസ്യം 1940. ഇവിടെ എന്താ പ്രത്യേകത? ഇവിടെ മാസ് നമ്പറുകൾ സെയിം ആണ്, അറ്റോമിക നമ്പർ ഡിഫറെന്റ് ആണ്. അപ്പോ ഐസോബാറിന്റെ പ്രത്യേകത സെയിം മാസ് നമ്പർ, ഡിഫറെന്റ് അറ്റോമിക് നമ്പർ. അപ്പൊ നമ്മൾ ഐസോടോപ്പ് കഴിഞ്ഞു, ഐസോബാർ കഴിഞ്ഞു. അടുത്തത് ഐസോടോൺസ്. ഐസോടോൺസ് എന്ന് പറയുമ്പോൾ ഉദാഹരണം എഴുതാം. C614, N715, O816. ഇവരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ അറ്റോമിക് നമ്പറും മാസ് നമ്പറും ഒന്നും അല്ല നോക്കുന്നത്. ഇവിടെ ഡിഫറെന്റ് അറ്റോമിക് നമ്പറും ഡിഫറെന്റ് മാസ് നമ്പറും ഒക്കെ ആയിരിക്കും, പക്ഷേ സെയിം നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആയിരിക്കും. ന്യൂട്രോൺസ് കാണുന്നത് എങ്ങനെയാണ് ന്യൂട്രോൺസ് കാണുന്നത്? മാസ് നമ്പരും മൈനസ് അറ്റോമിക് നമ്പർ എടുത്താൽ നിങ്ങൾക്ക് ന്യൂട്രോൺസിനെ കിട്ടും. അപ്പൊ 14 - 16 ന്യൂട്രോൺസിന്റെ എണ്ണം കിട്ടും 8. 15 - 7 8. 16 - 8 8. അപ്പൊ ഇവിടെ എല്ലാം എന്താണ്, സെയിം നമ്പർ ആണ് ന്യൂട്രോൺസിന്റെ എണ്ണമായിട്ട് കിട്ടുന്നത്. അതുകൊണ്ട് ഇവര് ഐസോട്ടോൺ ആണ്. ഇനി അടുത്തത് ഒരു പുതിയ ആളാണ്, അധികം നമ്മൾ കേട്ട് വരാത്തതാണ്, ഐസോസ്റ്റേഴ്സിന്റെ പ്രത്യേകത ഇവരുടെ ഇലക്ട്രോൺസ് കൗണ്ട്, ഇവരുടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇവരുടെ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസും സെയിം ആയിരിക്കും. അതുപോലെ നമ്പർ ഓഫ് ആറ്റവും സെയിം ആയിരിക്കും. ഉദാഹരണം എഴുതുമ്പോൾ മനസ്സിലാവും. N2Cu. നൈട്രോജന്റെ കോൺഫിഗറേഷൻ എന്ന് പറയാമോ ആർക്കെങ്കിലും? നൈട്രോജൻ അറ്റോമിക് നമ്പർ എന്ന് പറയാമോ നൈട്രോജന്റെ? 25. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 പഠിച്ചു നോക്കാം. മാത്രമായിട്ട് പഠിച്ചു 1s2 2s2 2p3 ആ ഒരു രീതിയിൽ പഠിച്ചു നോക്കണം. ഓക്കെ, അപ്പോ 7 ആണ് ഇതിലെ ഇലക്ട്രോൺസ്. സോ 2 നൈട്രോജൻ ആകുമ്പോൾ 7 × 2 14 കാർബണില് 6ഉം ഓക്സിജനില് 8ഉമാണ് ഇലക്ട്രോൺസ്. അപ്പോ കാർബൺ മോണോക്സൈഡിൽ 8+ ആണ്, എത്രയാണ് 14. സോ സിഒയിലും N2ലും ഇലക്ട്രോൺസിന്റെ എണ്ണം സിമിലർ ആണ്. അതുപോലെ നൈട്രോജൻ മോളിക്യൂളിൽ 2 നൈട്രോജൻ ആറ്റം, സിഒയിൽ 2 ആറ്റം, ഒരു സിയും ഒരു യും. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റം, ടോട്ടൽ ഇലക്ട്രോൺസ് വന്നാൽ അതിനെ ഐസോസ്റ്റേഴ്സ് എന്ന് പറയും. ഐസോസ്റ്റേഴ്സ് ക്ലിയർ ആണോ? ഐസോസ്റ്റേഴ്സ്. അപ്പൊ ഐസോടോപ്പ്, ഐസോബാർ, ഐസോട്ടോൺ, ഐസോസ്റ്റേഴ്സ്, ഇത്രയും കാര്യങ്ങളൊന്ന് പഠിക്കാം. അപ്പൊ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ഇടാം.
ഐസോടോപ്പ് സെലക്ട് ചെയ്യണം. അപ്പൊ മൈക്ക് ഓൺ ചെയ്ത് നിങ്ങൾക്ക് ഉത്തരം പറയാവുന്നതാണ്. ഓപ്ഷൻ എ. ഓപ്ഷൻ എ ആണ്. സെയിം അറ്റോമിക് നമ്പർ 17 ആണ് അറ്റോമിക് നമ്പർ വന്നിരിക്കുന്നത്. 17 വ്യത്യസ്ത മാസ് നമ്പർ. അപ്പൊ അയാൾ ഐസോടോപ്പ് ആണ്. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലാറ്റിസ് എൻതാൽപ്പി. ഇങ്ങനത്തെ കുറച്ച് കോമ്പൗണ്ട്സ് ലാറ്റിസ് എൻതാൽപ്പി കൂടുതലാക്കാണെന്നൊക്കെയുള്ള ചോദ്യം എക്സാമിൽ വന്നിട്ടുണ്ട്. നമുക്ക് ലാറ്റിസ് എൻതാൽപ്പി നോക്കാം. ലാറ്റിസ് എൻതാൽപ്പി എന്ന് പറയുന്നത് ഒരു മോൾ അയോണിക കോമ്പൗണ്ടിനെ, ഇപ്പൊ NaCl അതിന്റെ കോൺസ്റ്റിറ്റ്യൂവന്റ് ഗേഷ്യസ് അയോണായ Na+ഉം Cl ആയിട്ടും ബ്രേക്ക് ചെയ്യാൻ വേണ്ട എനർജീനെ ആണ് ലാറ്റിസ് എൻതാൽപ്പി എന്ന് പറയുന്നത്. എനർജി required to break 1 mole of ionic solid to its constituent gaseous ion. അതായത് NaCl ആയിട്ടില്ലേ Na+ ആയിട്ടും Cl- ആയിട്ടും ബ്രേക്ക് ചെയ്യാൻ വേണ്ട എനർജിയാണ് ലാറ്റിസ് എനർജി അല്ലെങ്കിൽ ലാറ്റിസ് എൻതാൽപ്പി എന്ന് പറയുന്നത്. ചോദ്യം വരുന്നത് അവിടെ നിന്നല്ല, തന്നിരിക്കുന്ന കോമ്പൗണ്ടിൽ ലാറ്റിസ് എൻതാൽപ്പി കൂടുതലാക്കുക ഇന്നത്തെ ചോദ്യമാണ് വരുന്നത്. എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ലാറ്റിസ് എൻതാൽപ്പിയെ എഫക്ട് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, സ്മോളർ ദ സൈസ്. അയോൺ സൈസ് സ്മോളർ ആണെങ്കിൽ എൻതാൽപ്പി കൂടുതലായിരിക്കും. ഹയർ ലാറ്റിസ് എൻതാൽപ്പി. ലിഥിയം ഫ്ലൂറൈഡും സീഷ്യം ഫ്ലൂറൈഡും എടുക്കുന്നു. നമുക്കറിയാം ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം, ഇതാണ് ഗ്രൂപ്പ് 1 മെറ്റൽസ്. വോയിസ് ഭയങ്കരമായിട്ട് ബ്രേക്ക് ആവുന്നുണ്ട്. ഇടയ്ക്ക് കയറുന്നുണ്ടോ? ചെയ്യുന്നുണ്ടോ? മിസ്സിന്റെ വോയിസ് ബ്രേക്ക് ആയിട്ട് ക്ലിയർ ആവണില്ല. മിസ് ജോയിൻ ചെയ്യുന്നുണ്ടായിരുന്നേ. അങ്ങനെ ലോഗോ ആയിട്ടൊന്നും തരാം. കേൾക്കാം മിസ്സേ. ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഈ നമ്മുടെ അത് കോമണായിട്ട് വരുന്നത് സോഡിയം ഡൗൺ ദ ഗ്രൂപ്പ് ആയിരിക്കും ചെയ്യുന്നത്. ലിഥിയത്തിനും സീഷ്യത്തിലേക്ക് വരുമ്പോൾ സൈസ് കൂടിയാണ് വരുന്നത്. ലിഥിയത്തിനാണ് കുറവുള്ളത്, സീഷ്യത്തിനാണ് ഏറ്റവും സൈസ് കൂടുതലുള്ളത്. അങ്ങനെ വരുമ്പോൾ സൈസ് കുറവുള്ള ആൾക്കാർ ക്ലിയർ ആവുന്നില്ല മിസ്സേ. ഹലോ, കേൾക്കാം മിസ്സേ. കേൾക്കാം. അപ്പോ സൈസ് കുറവ് ലിഥിയത്തിനാണ്,
അപ്പൊ സൈസ് കുറവുള്ള ഇപ്പൊ ലിഥിയം ഫ്ലൂറൈഡും ഈഷ്യം ഫ്ലൂറൈഡും വന്നു. അതിൽ ഫ്ലൂറൈഡ് കോമൺ ആണ്. അപ്പൊ ഏത് ഫാക്ടർ ആണ്, ഏതിന്റെ സൈസ് ആണ് നമ്മൾ നോക്കേണ്ടത്? ലിഥിയത്തിന്റെയും ഈഷ്യത്തിന്റെയും സൈസ് നോക്കിയിട്ട് ആർക്കാണ് ലാറ്റിസ് എൻതാൽപ്പി കൂടുതൽ നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റും. ലിഥിയവും ഈഷ്യവും ഒരേ ഗ്രൂപ്പിൽ വരുന്നതാണ്. ലിഥിയത്തിനാണ് സൈസ് കൂടുതൽ, സൈസ് കുറവ്. അതുകൊണ്ട് അയാൾക്കായിരിക്കും ലാറ്റിസ് എൻതാൽപ്പി കൂടുതൽ. ലിഥിയം ഫ്ലൂറൈഡിന് ഏകദേശം 1034 ഈഷ്യം ഫ്ലൂറൈഡിന് 744 കിലോ ജൂൾസുമാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു ഫാക്ടർ നോക്കാം. ഇപ്പൊ ഇൻ കേസ് ആനയോൺ ആണ് വരുന്നതെങ്കിലും അങ്ങനെ തന്നെ സൈസ് കുറവുള്ളത് ആർക്കാണോ അയാൾക്കായിരിക്കും അയണൈസേഷൻ എൻതാൽപ്പി കൂടുതൽ വരുന്നത്. അപ്പൊ കാറ്റയോന്റെ ആയാലും ആനയോന്റെ ആയാലും സൈസ് കുറവുള്ള ആൾക്ക് അയണൈസേഷൻ എൻതാൽപ്പി കൂടുതലായിരിക്കും. അടുത്തത് രണ്ടാമത്തെ ഫാക്ടർ ചാർജ് ആണ്. ചാർജ് കൂടുമ്പോ ലാറ്റിസ് എൻതാൽപ്പിയും കൂടും. ചാർജ് കൂടുമ്പോ ലാറ്റിസ് എൻതാൽപ്പിയും കൂടും. MgO CaF2 ലിഥിയം ഫ്ലൂറൈഡ്. ഇതില് ഓർഡർ എഴുതാനായിട്ട് ചോദിക്കും ലാറ്റിസ് എൻതാൽപ്പിയുടെ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് MgO എന്ന് പറയുന്നത് Mg2+ഉം O2 മൈനസും ചേർന്നുണ്ടാവുന്നതാണ് MgO. അതായത് രണ്ട് ബൈവാലന്റ് മെറ്റൽസ്, രണ്ട് ബൈവാലന്റ് അയോൺസ്. കാൽഷ്യം ഫ്ലൂറൈഡില് കാൽസ്യം 2+ഉം S- ആണ്. ലിഥിയം ഫ്ലൂറൈഡില് ലിഥിയം പ്ലസും F- ആണ്. അപ്പൊ ഇവിടെ രണ്ട് ബൈവാലന്റ്, ഇവിടെ ഒരു ബൈവാലന്റ്, ഒരു യൂണിവാലന്റ്. ലിഥിയം ഫ്ലൂറൈഡില് രണ്ടും യൂണിവാലന്റ് ആണ്. ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ചാർജ് കൂടുതൽ എവിടെയാണ്? മഗ്നീഷ്യത്തിനും ഓക്സിജനും 2+2- ആണ്. അപ്പൊ അവർക്ക് ഹയർ ചാർജ് ആണ്. അപ്പൊ രണ്ട് ബൈ വരുന്ന ആൾക്കായിരിക്കും കൂടുതൽ ലാറ്റിസ് എൻതാൽപ്പി. അതിനുശേഷം ഒരു ബൈവാലന്റും ഒരു യൂണിവാലന്റും, അതിനുശേഷം യൂണി. ക്ലിയർ ആയോ? കോൺസെപ്റ്റ് മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ? അത് ക്ലിയർ ആണ്. കാണാൻ പറ്റില്ല, മൈക്ക് ഓൺ ചെയ്ത് പറയാം. ക്ലിയർ ആണോ കോൺസെപ്റ്റ്? ക്ലിയർ ആണ്. ഓക്കെ. അപ്പൊ ഇങ്ങനത്തെ കോൺസെപ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ. ഇനി അടുത്തത് നമുക്ക് നോക്കേണ്ടത് ഫജാൻസ് റൂൾസ്. ഫജാൻസ് റൂൾസ് പ്രകാരം കോവാലന്റ് ക്യാരക്ടർ കണ്ടുപിടിക്കാനായിട്ടൊരു ചോദ്യം വരും. ഇതുപോലെ തന്നെ കോവാലന്റ് ആയിട്ട് മോർ കോവാലന്റ് ആരാണ് എന്ന് ചോദിക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. അത് ഫജാൻസ് റൂളിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ്. അവിടെ കോൺസെപ്റ്റ് വരുമ്പോ സ്മോൾ സൈസ് ഓഫ് കാറ്റയോൺ, കാറ്റയോണിന്റെ സ്മോൾ സൈസ്, കാറ്റയോൺ ചെറുതാവുമ്പോൾ കോവാലന്റ് കോമ്പൗണ്ട് ഫോം ചെയ്യാനുള്ള സാധ്യതയും കൂടും. നേരെ മറിച്ച് ആനയോൺ ലാർജ് ആകുമ്പോ, ആനയോന്റെ സൈസ് കൂടുമ്പോഴാണ് കോവാലന്റ് ക്യാരക്ടർ കൂടുന്നത്. നേരെ മറിച്ച് കാറ്റയോന്റെ സൈസ് കുറയുമ്പോഴാണ്. അതിനൊരു ഷോർട്ട് കട്ട് ഓർക്കുക, കാറ്റും ആനയുമാണ് അല്ലെ. പൂച്ച ചെറുതാണ്, ആന വലുതാണ്. ആ ഒരു രീതിയിൽ ഓർത്തു വെക്കുക. അല്ലെങ്കിൽ നമ്മൾ എക്സാം ടൈമിൽ ഇതെല്ലാം കൂടെ കൺഫ്യൂഷൻ ആവും. സോ കാറ്റും ആനയും ഓർക്കുക. ആന വലിയ ആനിമൽ, സോ വലിയ സൈസ് വന്നാലേ കോവാലന്റ് ക്യാരക്ടർ ഉണ്ടാവത്തുള്ളൂ. പിന്നെ ഒരു കോൺസെപ്റ്റ് കൂടെ അറിഞ്ഞിരിക്കേണ്ടത് മെൽറ്റിംഗ് പോയിന്റ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു കോവാലന്റ് ക്യാരക്ടർ. മെൽറ്റിംഗ് പോയിന്റ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു കോവാലന്റ് ക്യാരക്ടർ. ആ കോൺസെപ്റ്റ് അറിയാം. അടുത്തത് ഞാൻ പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യിപ്പിക്കാം. ലാർജ് ചാർജ്, അതിപ്പോ ആനോണിലെയും കാറ്റയോണിലെയും ആണെങ്കിലും ചാർജ് കൂടുന്ന അനുസരിച്ച് കോവാലൻസി കൂടും. കോവാലൻസി കൂടും. നമുക്ക് അപ്ലൈ ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് കോവാലന്റ് ക്യാരക്ടറിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പൊ നിങ്ങളുടെ സ്ഥിരം എക്സാമിന് ഒരു ചോദ്യമാണ്, 4 കോമ്പൗണ്ട് വന്നിട്ട് തന്നിരിക്കുന്നതിനകത്ത് കോവാലന്റ് ക്യാരക്ടർ കൂടുതൽ ആർക്കാണെന്നുള്ളത്. അപ്പൊ അത് കണ്ടുപിടിക്കാനായിട്ട് ഈ ഫജാൻസ് റൂളാണ് അപ്ലൈ ചെയ്യേണ്ടത്. അത് പ്രകാരം കാറ്റയോണിന്റെ സൈസ് കുറവുള്ള ആൾക്കായിരിക്കും കോവാലന്റ് ക്യാരക്ടർ കൂടുതൽ. ആനയോണിന്റെ സൈസ് കൂടുമ്പോഴാണ് കോവാലന്റ് ക്യാരക്ടർ കൂടുന്നത്. പിന്നെ ലാർജ് ചാർജ് വരുമ്പോഴാണ്. പിന്നെ വേറൊരു ആപ്ലിക്കേഷൻ ആണ് തന്നിരിക്കുന്ന കോമ്പൗണ്ട്സിന്റെ മെൽറ്റിംഗ് പോയിന്റ് ഓർഡർ ചെയ്താൽ അവിടെയും ഈ കോവാലന്റ് ക്യാരക്ടർ കൂടുതലുള്ള ആൾക്ക് മെൽറ്റിംഗ് പോയിന്റ് കുറവായിരിക്കും. അപ്പൊ നമുക്ക്
ക്വസ്റ്റ്യൻ എഴുതാം. തന്നിരിക്കുന്നതിനകത്ത് മോർ കോവാലന്റ് ഏതാണെന്ന് കണ്ടുപിടിക്കാം. ലിഥിയം അയോഡൈഡ്, ലിഥിയം ബ്രോമൈഡ്, ലിഥിയം ക്ലോറൈഡ്, ലിഥിയം ഫ്ലൂറൈഡ്. ഓക്കെ, എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്? എന്തായിരിക്കും ഇവിടെ നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്? ഇവിടെ എന്താണ് കോമൺ ആയിട്ട് നിൽക്കുന്നത്? മൈക്കോൺ ചെയ്ത് പറഞ്ഞേ. ലിഥിയം. ആരാ കോമൺ ആയിട്ട് വരുന്ന അയോൺ? കാറ്റയോൺ ആണോ ആനയോൺ ആണോ കോമൺ? കാറ്റയോൺ. ആദ്യമേ വരുന്ന ആളാണ് കാറ്റയോൺ. ഓക്കെ, ലിഥിയം ആണ് കാറ്റയോൺ. അപ്പൊ കാറ്റയോണെ കമ്പയർ ചെയ്തിട്ട് ഇവിടെ നമുക്കൊന്നും ചെയ്യാനില്ല. സോ നമ്മൾ ഒബ്വിയസ്ലി എങ്ങോട്ടേക്ക് പോകും? ആനയോണെ കമ്പയർ ചെയ്യാനായിട്ട് പോകും. ഇവിടെ ആനയോൺ ആണ് മാറി മാറി വരുന്നത്. സോ ആനയോണിന്റെ സൈസിനെ കുറിച്ച് ഞാൻ എന്താ പറഞ്ഞത്? പറഞ്ഞേ, ആനയോണിന്റെ സൈസിനെ കുറിച്ച്. സൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ കോവാലന്റ് ക്യാരക്ടർ ഇൻക്രീസ് ചെയ്യും. ആനയാണ് അല്ലെ? അപ്പൊ ആന സൈസ് കൂടുമ്പോ കോവാലന്റ് ക്യാരക്ടർ. സോ നമുക്കറിയാം ഇത് ഗ്രൂപ്പ് 17 ആണ്. FCl അയോഡിൻ. താഴേക്ക് സൈസ് കൂടും. അയഡിൻ ആണ് ഏറ്റവും സൈസ് കൂടിയ ആൾ. സോ ലിഥിയം അയഡൈഡ് ആയിരിക്കും മോർ കോവാലന്റ്. ഇനിയും ഇത് തന്നെ കോൺസെപ്റ്റ് ക്ലിയർ ആയോ? കോൺസെപ്റ്റ് ക്ലിയർ ആണോ? ഓക്കെ, ഇനി ഇതേ കോമ്പൗണ്ടിന്റെ മെൽറ്റിംഗ് പോയിന്റ് എഴുതാനാണ് പറയുന്നത്. മെൽറ്റിംഗ് പോയിന്റിന്റെ ഓർഡർ. ഒന്ന് പറയാമോ ഇതിന്റെ മെൽറ്റിംഗ് പോയിന്റിന്റെ ഓർഡർ? കോവാലന്റ് ക്യാരക്ടർ കുറവുള്ള ആളാരാണ് ഇവിടെ? കുറവ് ആരാ? ക്ലോറൈഡ്. ലിഥിയം ഫ്ലൂറൈഡ് ആണ്. സോ അയാൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ മെൽറ്റിംഗ് പോയിന്റ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ കോൺസെപ്റ്റ്? ഓക്കെ, അപ്പൊ ഇതാണ് ഫെജാൻസ് റൂളിന്റെ ആപ്ലിക്കേഷൻ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ അല്ലെ? ഇനി അടുത്തത് ഒരു ഓർബിറ്റിൽ തന്നിട്ട് നോട്ട്സ് കാണാനായിട്ട് ചോദിക്കും. അപ്പൊ അതിന് ഇക്വേഷൻ ഉണ്ട്. നമ്പർ ഓഫ് പ്ലാനാർ നോട്ട്സ് L ആണ്. നമ്പർ ഓഫ് പ്ലാനാർ നോട്ട്സ് ആണ് ചോദിക്കുന്നതെങ്കിൽ L ആണ്. ക്ലിയർ ആണോ? ബ്രേക്ക് ഉണ്ടോ? ഇല്ല മിസ്സേ. ക്ലിയർ ആണ് മിസ്സേ. ഇനി അതുപോലെ റേഡിയൽ നോട്ട്സ്. L minus 1. റേഡിയൽ നോട്ട്സ് N minus L minus 1. പ്ലാനാർ നോട്ട്സ് അല്ലെങ്കിൽ ആംഗുലാർ നോട്ട്സ് എന്ന് വരികയും ചെയ്യും കേട്ടോ. ആംഗുലാർ നോട്ട്സ് അത് L ആണ്. നമ്പർ ഓഫ് ആംഗുലാർ ഓർ പ്ലാനാർ നോട്ട്സ് L. നമ്പർ ഓഫ് റേഡിയൽ നോട്ട്സ് N minus L minus 1. എഴുതിയെടുത്തോ? അതുപോലെ റേഡിയൽ നോട്ട്സിന് പകരം സ്ഫെറിക്കൽ നോട്ട്സ് എന്ന് ചോദിച്ചാലും ഇത് തന്നെ ഇക്വേഷൻ. N minus L minus 1. ടോട്ടൽ നോട്ട്സ് എന്ന് പറയുന്നത് N minus 1. ഇത് സ്ഥിരം കോമ്പറ്റേറ്റീവ് എക്സാമിന് ചോദിക്കുന്നതാണ്. കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവാം. ഇത് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഒരു ഓർബിറ്റൽ തരും. ഇപ്പൊ ഒരു ഓർബിറ്റൽ തന്നിട്ട് അതിലെ ആംഗുലാർ നോഡ് കാണാൻ പറയാം, പ്ലാനാർ നോഡ് കാണാൻ ചോദിക്കാം, അല്ലെങ്കിൽ റേഡിയൽ നോഡ് കാണാൻ ചോദിക്കാം,
സ്ഫെറിക്കൽ നോഡ് കാണാൻ ചോദിക്കാം, ടോട്ടൽ നോഡ്സ് കാണാൻ ചോദിക്കാം. അപ്പൊ ഒരു ഓർബിറ്റിൽ തരുമ്പോ 3p എന്ന് തരുന്നു. അതിൽ ആ 3 എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിനെ കാണിക്കുന്നതാണ്, അതായത് n വാല്യൂ ആണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. ഇനി നമ്മുടെ പി എസ് ഡി ഇതൊക്കെ എൽ വാല്യൂവിനെ കാണിക്കും, അസിമത്തൽ ക്വാണ്ടം നമ്പർ. അതിന്റെ L 0 ആവുമ്പോൾ അത് എസിനെയാണ് കാണിക്കുന്നത്, 1 ആണെങ്കിൽ പി, 2 ആണെങ്കിൽ ഡി, 3 ആണെങ്കിൽ എഫ്, 4 ആണെങ്കിൽ ജി, അങ്ങനെ പോകും. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? എന്നും എല്ലും കണ്ടുപിടിക്കാൻ പഠിച്ചല്ലോ, ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ 3p ഓർബിറ്റലിന്റെ ടോട്ടൽ നോഡ്സ് എത്രയായിരിക്കും? ടോട്ടൽ നോഡ്സ് എന്ന് പറയുന്നത് n-1 ആണ്. ഇവിടെ n എന്ന് പറയുന്നത് 3, L എന്ന് പറയുന്നത് എത്രയാണ് പറഞ്ഞേ? L 3p എല്ലിന്റെ വാല്യൂ എത്രയാണ്? എന്നിന്റെ വാല്യൂ 1. സോ ടോട്ടൽ നോഡ്സ് n-1, 3-1, 2. ഇനി അതില് ആംഗുലാർ നോഡ്സ് എത്രയാണ്? ആംഗുലാർ നോഡ്സ് L ആണ്, സോ 1. ഇനി റേഡിയൽ നോഡ്സ് എത്രയാണ്? n-L-1, അതായത് 3-1-1 ദാറ്റ് ഈസ് എത്രയാ? 1 അല്ലേ? അപ്പൊ ആംഗുലാർ നോഡ് പ്ലസ് റേഡിയൽ നോഡാണ് ടോട്ടൽ നോഡ് വരേണ്ടത്. ആംഗുലാർ നോഡ് 1, റേഡിയൽ നോഡ് 1. അപ്പൊ 1 2, ടോട്ടൽ നോഡ് 2 വന്നു. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ 3Dയുടെ ടോട്ടൽ നോഡ് പറയണം, റേഡിയൽ നോഡ് പറയണം, പ്ലാനാർ നോഡ് പറയണം. കണ്ടുപിടിച്ചിട്ടേ.
ടോട്ടൽ നോഡ് n-1 അതായത് 3D n-ന്റെ വാല്യൂ 3 ആണ്, L-ന്റെ വാല്യൂ 2 ആണ്. സോ ടോട്ടൽ നോഡ് n-1 വന്നു, 3 - 1 2. റേഡിയൽ നോഡ് L-1 ആണ്, ദാറ്റ് ഇസ് 3 - 2 - 1 0. പ്ലാനാർ നോഡ് L ആണ്, സോ 2. കിട്ടിയോ എല്ലാവർക്കും? കിട്ടിയോ? Yes, miss. ഓക്കെ. ഇനി അടുത്തത് വേറൊരു കോൺസെപ്റ്റ് ആണ് കലോറിഫിക് വാല്യൂ. അപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഫ്യൂവൽസ് അല്ലെങ്കിൽ തന്നിട്ട് അതിന്റെ കമ്പസ്റ്റൻ വാല്യൂ തരും, അതുപോലെ മോളാർ മാസും ചിലപ്പോൾ തരും. എന്നിട്ട് കലോറിഫിക് വാല്യൂ കണ്ടുപിടിക്കാൻ ചോദിക്കും, അല്ലെങ്കിൽ തന്നിരിക്കുന്നതിനകത്ത് മോർ എഫിഷ്യന്റ് ഫ്യൂവൽ ഏതാണെന്ന് ചോദിക്കും. കുറച്ച് ഫ്യൂവൽ തന്നിട്ട് അതിന്റെ കറസ്പോണ്ടിങ് കലോറിഫിക് വാല്യൂയും തരും. അപ്പോൾ ഒരു യൂണിറ്റ് മാസ് ഫ്യൂവൽ ബേൺ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഹീറ്റിനെയാണ് നമ്മൾ കലോറിഫിക് വാല്യൂ എന്ന് പറയുന്നത്. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് ഒന്ന് ഓർത്ത് വെക്കുക. ഹീറ്റ് ഓഫ് കമ്പസ്റ്റൻ ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് ഫ്യൂവൽ ആണ്. കലോറിഫിക് വാല്യൂ കൂടുന്നതനുസരിച്ച് എഫിഷ്യൻസിയും കൂടും. പിന്നെ ഒരു കോൺസെപ്റ്റ് കൂടെ ഓർക്കുക, നമ്മുടെ പെർട്ടിക്കുലർ ഫ്യൂവൽ മോളിക്യൂളിൽ ഓക്സിജൻ ആറ്റത്തിന്റെ എണ്ണം കൂടുതൽ ഉണ്ടെങ്കിൽ, ഓക്സിജൻ ആറ്റം പ്രസന്റ് ചെയ്യുകയാണെങ്കിൽ അത് കലോറിഫിക് വാല്യൂവിനെ കുറയ്ക്കും. ഹൈഡ്രജൻ ആറ്റം ഉണ്ട് എങ്കിൽ മോർ ദ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം മോർ വിൽ ബി ദ കലോറിഫിക് വാല്യൂ. അതായത് അങ്ങനെ എപ്പോഴും ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ടില്ല. തന്നിരിക്കുന്ന സമയത്ത് 4 സെറ്റ് ഫ്യൂവല് തരും, ബ്രാക്കറ്റിൽ കലോറിഫിക് വാല്യൂ തരും, എന്നിട്ട് മോസ്റ്റ് എഫിഷ്യന്റ് ഫ്യൂവൽ ഏതാണെന്ന് ചോദിക്കും. അപ്പോൾ ആ കോൺസെപ്റ്റ് ചെയ്യേണ്ടത് കലോറിഫിക് വാല്യൂ കൂടുന്നതനുസരിച്ച് എഫിഷ്യൻസി കൂടും എന്നുള്ള കോൺസെപ്റ്റ് ആണ് നിങ്ങൾ ഓർക്കേണ്ടത്. ഓക്കെ. ഇനി അടുത്തത് പിന്നെ വളരെ ജനറൽ ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അതായത് നമ്മൾ ഈ ഫെംറ്റോമീറ്റർ എത്രയാണ്, ആങ്സ്ട്രം എത്രയാണ്, അല്ലെങ്കിൽ ആറ്റോമീറ്റർ എത്രയാണ്, അങ്ങനത്തെയൊക്കെ ചോദ്യങ്ങൾ കണ്ടുവരാറുണ്ട്. അപ്പൊ അതൊന്ന് ജനറൽ ആയിട്ടൊന്ന് പറഞ്ഞു പോകാം. അതില് നാനോ എന്ന് വെച്ചാൽ എത്ര മീറ്റർ ആണ്? 10⁻⁻⁹ -9 മീറ്റർ. ഇനി പൈക്കോമീറ്റർ എന്ന് പറയുന്നത് 10⁻⁻12 മീറ്റർ. ഓക്കെ. ദെൻ ഫെംറ്റോ അതൊരിക്കൽ ചോദിച്ചിട്ടുണ്ട്. ഫെംറ്റോ എന്ന് പറയുന്നത് 10⁻⁻15 മീറ്റർ. ഇനി ഫെർമി എന്ന് പറയുന്നത് 10⁻⁻, ഫെർമിയും അത് തന്നെയാണ്, 10⁻⁻15 മീറ്റർ. ദെൻ ആറ്റോ, ATTO, ആറ്റോ 10⁻⁻18 meter. Then septo 10⁻⁻21 meter. Then yocto 10⁻⁻24 meter. അതൊന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. അത് ജനറൽ ആയിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. ഓക്കെ, ക്ലിയർ ആയോ? എഴുതിയെടുത്തോ? അതുപോലെ വേറൊരു ക്വസ്റ്റ്യൻ, അത് HSI ഒക്കെ ചോദിച്ചു കണ്ടതാണ്. അതായത് ന്യൂക്ലിയർ ക്രോസ് സെക്ഷന്റെ ചോദിച്ചത് ന്യൂക്ലിയർ ഡയമീറ്റർ എക്സ്പ്രസ് ചെയ്യുന്ന എന്തിനാണ്. ഈ ഒരു പോയിന്റ് കൂടെ ഒന്ന് അറിഞ്ഞിരിക്കാം. ഏരിയ ഓഫ് ന്യൂക്ലിയർ ക്രോസ് സെക്ഷൻ, ന്യൂക്ലിയർ ക്രോസ് സെക്ഷന്റെ ഏരിയ എക്സ്പ്രസ് ചെയ്യുന്നത് ബാണിലാണ്. ബാൺ 1 ബാൺ എന്ന് പറയുന്നത് ഏരിയ ആണല്ലോ. അപ്പൊ 10⁻⁻28 മീറ്റർ സ്ക്വയർ. ഇതൊന്ന് എഴുതുക. അതുപോലെ ന്യൂക്ലിയസിന്റെ ഡയമീറ്റർ എക്സ്പ്രസ് ചെയ്യുന്നത്, ന്യൂക്ലിയർ ഡയമീറ്റർ എക്സ്പ്രസ് ചെയ്യുന്നത് ഫെർമിയിലാണ്, അല്ലെങ്കിൽ ഫെംറ്റോ ഫെർമിയിലാണ്. ദാറ്റ് ഈസ് 1 ഫെർമി അല്ലെങ്കിൽ 1 ഫെംറ്റോ എന്ന് പറയുന്നത് 10⁻⁻15 മീറ്റർ. ഈ പോയിന്റ് കൂടെ ഒന്ന് ജസ്റ്റ് എഴുതിയിരിക്കുക. അടുത്തൊരു കോൺസെപ്റ്റ് എഴുതിയെടുത്തോ? ഓക്കെ. അടുത്തത് ലോഷ്മിറ്റ് നമ്പർ. അതറിയാമോ? ലോഷ്മിറ്റ് നമ്പർ എന്താണെന്ന് അറിയാമോ? ലോഷ്മിറ്റ് നമ്പർ അറിയാമോ ആർക്കെങ്കിലും? ലോഷ്മിറ്റ് നമ്പർ ഒരു ml ഓഫ് ഗ്യാസിലുള്ള മോളിക്യൂൾ STP സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ പ്രഷറിൽ ഒരു ml ഓഫ് ഗ്യാസിലുള്ള മോളിക്യൂൾസിന്റെ എണ്ണത്തിനെ വിളിക്കുന്ന പേരാണ് ലോഷ്മിറ്റ്
നമ്പർ, അതായത് നമ്പർ ഓഫ് മോളിക്യൂൾസ് in 1 ml of a gas at STP. STP is known as Low-Schmidt number, and the value Avogadro number 6.2 into 10 raised to 23 divided by 22,400, which is equal to 2.687 into 10 raised to 19 molecules milliliter inverse. ജസ്റ്റ് ഒന്ന് എഴുതിയെടുത്തേക്ക് കേട്ടോ. എന്താണ് ലോ-ഷ്മിറ്റ് നമ്പർ? അങ്ങനത്തെയൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. എഴുതിയെടുത്തോ. ഞാൻ ബസ്സിൽ 50 സെന്റിമീറ്റർ അകലെ നിന്നാണ്. ഏത് ബസ്സിലാണ് ട്രാവൽ ചെയ്യുന്നത്? കേരളത്തിലെ ഏത് ബസ്സിലാണ് ട്രാവൽ ചെയ്യാൻ പറ്റുന്നത്? എഴുതിയെടുത്തോ. അടുത്ത ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. Number of molecules present in 15 liter of H2 gas at STP. 15 ലിറ്റർ ഇങ്ങനത്തെ ചോദ്യങ്ങളും സ്ഥിരം വരാറുള്ളതാണ്. 15 ലിറ്റർ ഹൈഡ്രജൻ ഗ്യാസിലെ STPയിലെ നമ്പർ ഓഫ് മോളിക്യൂൾസ്, മാക്സിമം നമ്പർ ഓഫ് മോളിക്യൂൾസ് എത്രയാണെന്നാണ് ചോദ്യം. ഓർക്കുക, STPയില് നമ്മളിപ്പോ പറഞ്ഞതേ ഉള്ളൂ. ലോ-ഷ്മിറ്റ് നമ്പർ എന്ന് വെച്ചത് 1 ml കാര്യമാണെന്ന് പറഞ്ഞു അല്ലെ. STPയില് 1 ml ഓഫ് ഗ്യാസിലുള്ള മോളിക്യൂൾസിന്റെ എണ്ണമാണെന്ന് പറഞ്ഞു. അപ്പോ STPയില് 22.4 ലിറ്റർ നമ്മൾ അത് ഡിവൈഡ് ചെയ്ത് 22,400 ആണ്, അതായത് ലിറ്ററിനെ മില്ലി ലിറ്റർ ആക്കിയ കണക്കാണ്. അപ്പോ അതും പ്രകാരം STPയില് 22.4 ലിറ്റർ ഏതൊരു ഗ്യാസിന്റെയും 22.4 ലിറ്റർ എടുക്കുമ്പോൾ ആ ഗ്യാസിലുള്ള മോളിക്യൂളിന്റെ എണ്ണം എന്ന് പറയുന്നത് അവഗാഡ്രോ നമ്പർ ആണ്. ഓക്കെ, ക്ലിയർ ആണോ? STPയില് 22.4 ലിറ്റർ ഏത് ഗ്യാസ് ആയിക്കോട്ടെ, അതിന്റെ മോളിക്കുലാർ വെയിറ്റ് ഒന്നും ബാധകമല്ല. സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ പ്രഷറിൽ 22.4 ലിറ്റർ ഓഫ് എനി ഗ്യാസിന്റെ മോളിക്യൂൾസിന്റെ എണ്ണം അവഗാഡ്രോ നമ്പർ ആണ്. സോ 1 ലിറ്ററിൽ എത്ര ആയിരിക്കും? 1 ലിറ്ററിൽ എത്ര ആയിരിക്കും പറഞ്ഞേ? 1 ലിറ്ററിൽ എത്ര ആയിരിക്കും? അവഗാഡ്രോ നമ്പർ 22.4. അങ്ങനെയാണെങ്കിൽ 15 ലിറ്ററിൽ എത്ര ആയിരിക്കും? Na/22.4 into 15. കോൺസെപ്റ്റ് ക്ലിയർ ആണോ? ക്ലിയർ ആണോ അത്? 22.4 ലിറ്ററിനകത്ത് 6.023 into 10 raised to 23 മോളിക്യൂൾസ് ഉണ്ട്. 1 ലിറ്ററിൽ 6.0223 into 10 raised to 23 divided by 22.4 മോളിക്യൂൾസ് ആയി. അങ്ങനെയാണെങ്കിൽ 15 ലിറ്ററിൽ അതേ ഇൻറ്റു 15 6.23 into 10 raised to 23 divided by 22.4 into 15. അപ്പം 5 ലിറ്റർ ഓഫ് നൈട്രോജൻ ഗ്യാസിലാണെങ്കിൽ 15ന്റെ സ്ഥാനത്ത് ഇൻറ്റു 5 ചെയ്യുക. ക്ലിയർ ആണോ? മോളിക്യൂൾ ഏതാണെന്നുള്ളത് ഇവിടെ പ്രസക്തമല്ല. ഈ ഒരു കോൺസെപ്റ്റ് ആണ് ഇങ്ങനത്തെ ചോദ്യം വരുമ്പോൾ അപ്ലൈ ചെയ്യേണ്ട അറ്റ് STP. ക്ലിയർ ആണോ? ഇന്ന് ഡിസ്കസ് ചെയ്ത ഏരിയാസ് എല്ലാം ക്ലിയർ ആണോ? ഓക്കെ, അപ്പോ നീറ്റ മിസ്സേ. ഹലോ കേക്കാവോ? കേക്കാം. കെമിസ്ട്രി സെഷൻ വൈൻഡപ്പ് ചെയ്തോട്ടെ? ഓക്കെ മിസ്സേ, താങ്ക് യു കേട്ടോ. ഓക്കെ മിസ്സേ, ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? കോൺസെപ്റ്റ് ക്ലിയർ ആണോ? ഇന്നത്തെ ഡിസ്കസ് ചെയ്ത ഏരിയാസ്
ക്ലിയർ ആണ് മിസ്. താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും കേട്ടിട്ട് കിട്ടട്ടെ. നല്ല രീതിയിൽ നെഗറ്റീവ് ഉണ്ടോ മിസ്സേ? എന്താണ് സാർ? നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടോ കേട്ടിട്ടിന്? ഇല്ല 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 ഇല്ല. അപ്പൊ എല്ലാ ക്വസ്റ്റ്യൻസും അറ്റംപ്റ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു വെരി മച്ച് മിസ്. ഓക്കെ മിസ്, താങ്ക് യു. മിസ്സേ ലെഫ്റ്റ് ആയിക്കോട്ടെ. ഓക്കെ മിസ്, ലെഫ്റ്റ് ആയിക്കോളൂ. ഓക്കെ, താങ്ക് യു ഓൾ. ഹലോ, ഓഡിബിൾ അല്ലേ? അതെ മാഡം. മിസ് ഓക്കെ, അപ്പൊ ഇനി എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് മൈക്ക് ഓൺ ആക്കി സംസാരിക്കണം കേട്ടോ. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാവേ. അപ്പൊ നമുക്ക് ഫിസിക്സിന്റെ കുറച്ച് കാര്യങ്ങളും കൂടെ ഒന്ന് നോക്കാം. ഓക്കെ, ഓക്കെ. അപ്പൊ നമ്മുടെ ഫിസിക്സില് പ്രധാനമായിട്ടും നമുക്ക് ആദ്യം തന്നെ ഇക്വേഷൻസ് ഓഫ് മോഷൻ തുടങ്ങാം അല്ലെ. എത്ര ഇക്വേഷൻസ് ഓഫ് മോഷൻ ആണുള്ളത്? ഇക്വേഷൻസ് ഓഫ് മോഷൻ അല്ലെ. 3 ഇക്വേഷൻ ഓഫ് മോഷൻ ആണ് നമുക്കുള്ളത്. അത് എന്താണ് ഇക്വേഷൻ ഓഫ് മോഷൻ എന്നോ ഈ 3 ഇക്വേഷൻ ഓഫ് മോഷനോ ആരും ചോദിക്കില്ല. നമ്മളോട് എന്തായിരിക്കും അതിന്റെ ഒരു പ്രോബ്ലം ചോദിക്കും. ഏതൊക്കെയാണെന്ന് പറഞ്ഞ S equal to UG plus half AT square. square minus equal to 2AS. ഓക്കെ, ഇങ്ങനെ 3 ഇക്വേഷൻ ആണ് നമുക്കുള്ളത്. ഇതിൽ ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാം. അപ്പൊ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, നിങ്ങളിത് വർക്ക്ഔട്ട് ചെയ്ത് ആൻസർ പറയാ കേട്ടോ. A body starts from rest and accelerate at the rate of 5 meter per second. ഒരു ബോഡി സ്റ്റാർട്ട് ചെയ്തു അറ്റ് റെസ്റ്റ് ആൻഡ് ആക്സിലറേറ്റ് അറ്റ് എ റേറ്റ് ഓഫ് 5 meter per second square. വാട്ട് ഈസ് എ വെലോസിറ്റി ആഫ്റ്റർ 5 seconds? ടി എന്ന് പറയുന്നത് 5 seconds ആണ്. വെലോസിറ്റി എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഏത് ഇക്വേഷനാണ് യൂസ് ചെയ്യണ്ടേ? B is equal to U plus AT. B is equal to U plus AT എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്യാം. സ്റ്റാർട്ട് ഫ്രം റെസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് U 0 ആണ്, A എന്ന് പറയുന്ന 5 ആൻഡ് T എന്ന് പറയുന്ന 5 അല്ലെ. അപ്പൊ 25 meter per second ആണ് എന്തെന്ന് പറയുന്നത് വെലോസിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? Okay miss. ഓക്കെ, ഇനി അപ്പൊ ആ രീതിയിൽ 3 ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് വരുന്ന പ്രോബ്ലംസ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുക. അപ്പം അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾ ഇനി ഈ ലൈവിന് ശേഷം അങ്ങനത്തെ 2-3 ക്വസ്റ്റ്യൻ ഓരോ ഇക്വേഷന്റെയും ഓരോ പാറ്റേൺ നിങ്ങൾ നോക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഇനി ഒരു തെർമോമീറ്റർ അല്ലെ, നമ്മൾ കുറച്ച് റാൻഡം ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്ത് പോകുന്നത്, അതുമായി ബന്ധപ്പെട്ട കൺസെപ്റ്റുകളും അല്ലെ. തെർമോമീറ്ററിൽ യൂസ് ചെയ്യുന്ന ഒരു മെറ്റൽ ഏതാ? മെർക്കുറി. മെർക്കുറി ആണ്. എന്തുകൊണ്ടാണ് മെർക്കുറി യൂസ് ചെയ്യുന്നത്? റിപ്പീറ്റഡ് ആയിട്ട് കേട്ടിട്ട് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്തുകൊണ്ടാണ് മെർക്കുറി യൂസ് ചെയ്യുന്നത്? എന്തുകൊണ്ടാണ്? മെയിൻ ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് പറയുന്നത്. ഡ്യൂ ടു ഇറ്റ്സ് ഹൈ തെർമൽ എക്സ്പാൻസിവിറ്റി, അതായത് ടെമ്പറേച്ചർ ചെല്ലുമ്പോൾ ആ ഒരു മെർക്കുറി എന്ന് പറയുന്നത് എക്സ്പാൻഡ് ചെയ്യും. അതുകൊണ്ടാണ് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ആ റീഡിങ്ങിലേക്ക് ഈ വാല്യൂ മെർക്കുറിയുടെ ഒരു എൻഡ് അല്ലേ നമ്മൾ കാണുക, ആ ഒരു ഇത് ഇങ്ങനെ പോകുന്നു. അപ്പൊ അതിന്റെ മെയിൻ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഹൈ തെർമൽ എക്സ്പാൻസിവിറ്റി ഷോ ചെയ്യുന്നതാണ് മെർക്കുറി എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് പ്രധാനമായിട്ടും ഇത് യൂസ് ചെയ്യാനുള്ള കാരണം. ഇനി നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് കേട്ടിട്ട് എപ്പോഴും ചോദിക്കാറുള്ളതാണ് എന്താണ്? ഫാരൻഹീറ്റിൽ അല്ലെ, ഫാരൻഹീറ്റ് ഒരു ടെമ്പറേച്ചർ തന്നിട്ട് ആ ടെമ്പറേച്ചർ ഇൻ ഫാരൻഹീറ്റ് എന്താണെന്നൊക്കെ ചോദിക്കും. ഇക്വേഷൻ എന്താണ്?
Temperature in Fahrenheit is equal to 9/5. Temperature in degree Celsius plus 32. Important ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. കേട്ടിട്ട് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ്. ടെമ്പറേച്ചർ ഇൻ ഫാരൻഹീറ്റ് ഈസ് ഈക്വൽ ടു 9/5 ടെമ്പറേച്ചർ ഇൻ ഡിഗ്രി സെൽഷ്യസ് പ്ലസ് 32 അല്ലെ. ഈ ടെമ്പറേച്ചർ ഇൻ കെൽവിൻ ആണെങ്കിലോ ഡിഗ്രി സെൽഷ്യസ് പ്ലസ് 273 ആണ് ടെമ്പറേച്ചർ ഇൻ കെൽവിൻ. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. ഈ ഒരു ഇക്വേഷൻ ഓർത്ത് വെച്ചിരിക്കുക. പലതവണ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ Okay, miss. ഓക്കെ, നമുക്ക് ലൈറ്റിന്റെ ഏരിയാസിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. എന്താണ് പ്ലെയിൻ മിറർ അല്ലെ? പ്ലെയിൻ മിറർ എന്ന് പറയുന്നത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം പ്രധാനമായിട്ടും എത്ര ലോസ് ഓഫ് റിഫ്ലക്ഷൻ ആണുള്ളത്? എത്ര ലോസ് ഓഫ് റിഫ്ലക്ഷൻ ആണുള്ളത്? 2 2 ലോസ് ഓഫ് റിഫ്ലക്ഷൻ ആണുള്ളത് അല്ലെ. എന്തൊക്കെയാണത്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. അതേപോലെ തന്നെ ഇൻസിഡന്റ് റിഫ്ലക്റ്റഡ് ആൻഡ് നോർമൽ ലൈസ് അറ്റ് ദ പോയിന്റ് ഓഫ് ഇൻസിഡൻസ് എല്ലാം ലൈസ് ഇൻ ദ സെയിം പ്ലെയിൻ അല്ലെ. ഇങ്ങനെ 2 ഇക്വേഷൻ ആണുള്ളത്, 2 ലോസ് ആണുള്ളത്. റെഗുലർ റിഫ്ലക്ഷൻ ഉണ്ട്, ഇറഗുലർ റിഫ്ലക്ഷൻ ഉണ്ട്. റെഗുലർ റിഫ്ലക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? വളരെ ക്രമമായിട്ടുള്ള ഒരു സർഫസിലേക്ക് ലൈറ്റ് വന്ന് പതിക്കുന്നു. ആ സമയത്ത് ലൈറ്റ് റിഫ്ലക്ട് ചെയ്യുന്നു. അതും കറക്റ്റ് പാരലലി ആണ് റിഫ്ലക്ട് ചെയ്യുക. ഇറഗുലർ റിഫ്ലക്ഷൻ എന്ന് പറയുമ്പോൾ ക്രമരഹിതമായിട്ടുള്ള ഒരു സർഫസിലേക്ക് ലൈറ്റ് വന്ന് ഫോളോ ചെയ്യുന്നു. അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു പാത്ത് ഫോളോ ചെയ്യാതെ റാൻഡം ആയിട്ടുള്ള ഡയറക്ഷൻ തേടി പോകും. ഓക്കെ, ഇതാണ് എന്ത് ഇറഗുലർ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഒരു പ്ലെയിൻ മിററിന്റെ ഇമേജ് ഫോർമേഷൻ നിർബന്ധമായിട്ടും ഓർത്തു വെക്കുക. ഇമേജ് ഫോർം എന്ന് പറഞ്ഞാൽ വെർച്വലും ആണ് ഇറക്റ്റും ആണ്. എന്തൊക്കെയാണ്? വെർച്വലും ആണ് ഇറക്റ്റ് ആണ് അല്ലെ. അതേപോലെ ലാറ്ററൽ ഇൻവേർഷൻ. എന്താ ലാറ്ററൽ ഇൻവേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ലെഫ്റ്റ് എടുക്കുമ്പോൾ റൈറ്റ് ആയിട്ടും റൈറ്റ് എടുക്കുമ്പോൾ ആംബുലൻസിലൊക്കെ ലാറ്ററൽ ഇൻവേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലെഫ്റ്റ് അപ്പിയർ റൈറ്റും റൈറ്റ് അപ്പിയർ ലെഫ്റ്റ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ വരുന്നുണ്ട് അല്ലെ. അതാണ് ലാറ്ററൽ ഇൻവേർഷൻ എന്ന് പറയുന്നത്. ആംബുലൻസിലൊക്കെ നമ്മൾ പ്രധാനമായിട്ടും യൂസ് ചെയ്യും. നിങ്ങൾക്ക് കേൾക്കത്തില്ലേ? കേൾക്കാം. ഓക്കെ. ഓക്കെ, പിന്നെ ഇത് നോക്കുക. സ്ഫിറിക്കൽ മിററുകൾ പ്രധാനമായിട്ടും 2 എണ്ണമാണ് ഉള്ളത്. ഒന്ന് കോൺകേവ് മിററും കോൺവെക്സ് മിററും. അപ്പൊ അതിന്റെ ഇന്നർ സർഫസ് റിഫ്ലക്റ്റിംഗ് ആയിട്ടുള്ളത് ഏതാണ്? കോൺകേവ്. ഔട്ടർ സർഫസ് ആണെങ്കിൽ അത് കോൺവെക്സ്. അതൊക്കെ നിങ്ങൾക്ക് അറിയാം. പിന്നെ ഇതാണ് അതിന്റെ ഓരോരോ സെന്റർ ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്. ഇതാണ് പോൾ, ഇതാണ്. ആ കാര്യങ്ങളൊക്കെ അറിയാം. ഇനി ഇവിടെ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഇക്വേഷൻ എന്താണ്? റേഡിയസും ഫോക്കൽ ലെങ്ത്തും തമ്മിലുള്ള ഇക്വേഷൻ എന്താണ്? R equal to 2F. R is equal to 2F അല്ലെങ്കിൽ F is equal to R/2. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. നമുക്ക് പൊതുവെ പ്രോബ്ലംസ് ചോദിക്കുന്ന ഒരു ഇക്വേഷൻ ആണ് കേട്ടോ അത്. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലെയിൻ മിററിന്റെയും കോൺവെക്സ് മിററിന്റെയും കോൺകേവ് മിററിന്റെയും പ്രോപ്പർട്ടീസ് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടേക്കാം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക. പ്ലെയിൻ മിറർ എന്ന് പറയുമ്പോൾ അത് നമ്മളിപ്പോ പറഞ്ഞു എന്താണ്? ഡിസ്റ്റൻസ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ് അതിന്റെ മിററിന്റെ ഫ്രണ്ടിലും അതേപോലെ ബാക്കിലും ഈക്വൽ ആയിരിക്കും. സൈസ് സിമിലർ ആയിരിക്കും. വെർച്വൽ ആയിരിക്കും. ഇറക്റ്റ് ആയിരിക്കും. പ്ലെയിൻ മിററിന്റെ കോൺവെക്സ് മിററിന്റെ ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾ ഓർത്തു വെക്കണം. ഇമേജ് ഇസ് ഡിമിനിഷ്ഡ്, വെർച്വൽ ആൻഡ് ഇറക്റ്റ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. കോൺവെക്സ് മിററിന്റെ ഈ 3 എണ്ണം ഓർത്തു വെക്കുക. കോൺകേവ് മിററിന്റെയും കേസുകൾ അറിഞ്ഞിരിക്കണം. എങ്കിൽ കൂടി കോൺവെക്സ് മിറർ ചിലപ്പോ കഴിഞ്ഞ തവണ കോൺവെക്സ് ലെൻസിന്റെ ഇമേജിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടിട്ടുണ്ട്. അപ്പൊ ഇതേപോലെ നമുക്ക് കറക്റ്റ് ആയിട്ട് പഠിക്കാൻ പറ്റുന്നതാണ് കോൺവെക്സ് മിററിന്റെ. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കാം കേട്ടോ. അപ്പൊ അത് നിർബന്ധമാണ്.
ഇനി ഈ ഒരു ഇക്വേഷൻ അറിയാലോ, നമ്പർ ഓഫ് ഇമേജസ് ഫോംഡ് n എന്ന് പറയുന്ന എന്താണ്, ഇക്വേഷൻ പഠിച്ചു വെക്കുക. 360/θ - 1 360/θ - 1 ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 45 ഡിഗ്രി ആണെങ്കിൽ എത്ര ഇമേജ് കിട്ടും? ഒന്ന് നോക്കിക്കേ, ചെയ്ത് ഇതിൽ നോക്കരുത്, നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. എത്ര ഇമേജ് കിട്ടും? 45 ഡിഗ്രി ആണെങ്കിൽ 360/θ - 1. സെവൻ ഇമേജസ് ആയിരിക്കും കിട്ടുക. -1 കൂടെ ചെയ്യണം കേട്ടോ. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് തരുന്ന ഏതാണോ ആംഗിള് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ആൻസറിലേക്ക് എത്തുക. ക്ലിയർ ആണോ? ഓക്കെ. പിന്നെ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിക്കണം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്ലെയിൻ മിറർ ഫേസ് ഒബ്സർവ് ചെയ്യുന്നതിന്. കോൺവെക്സ് മിറർ ആണെങ്കിലോ റിയർ വ്യൂ മിറർ ആയിട്ട് യൂസ് ചെയ്യുന്ന എന്താണെന്ന് ഒത്തിരി എക്സാമുകൾക്ക് ചോദിക്കാറുണ്ട്. കോൺവെക്സ് മിറർ ആണ് റിയർ വ്യൂ. അത് ഓർത്താൽ മതി. നമ്മുടെ വണ്ടികളിലൊക്കെ ഏതാണ്? കോൺവെക്സ് മിറർ ആണ് അല്ലെ, അത് റിയർ വ്യൂ മിറർ ആണ് അല്ലെ. അപ്പൊ കോൺകേവ് മിറർ ENT ഡോക്ടേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന എന്താണ്? കോൺകേവ് മിറർ ആണ്. അത് ഓർത്തു വെക്കുക. അതേപോലെ ഹെഡ്ലൈറ്റ് അതങ്ങനെ ചോദിക്കാറില്ല. കോൺകേവ് മിററിൽ തന്നെ ഷേവിംഗ് മിറർ ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഏതാണ്? കോൺകേവ് മിറർ ആണ്. അപ്പൊ ഇങ്ങനത്തെ കുറച്ച് പെക്യൂലിയർ എക്സാമിന് ചിലപ്പോൾ ചോദിക്കും. ചിലപ്പം നല്ല പ്രീവിയസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട് റിയർ വ്യൂ മിറർ ആയിട്ട് ഏതാണ് യൂസ് ചെയ്തത് എന്നുള്ളത്. ഇനി മാഗ്നിഫിക്കേഷന്റെ കാര്യമാണ്. മാഗ്നിഫിക്കേഷൻ നിങ്ങൾക്ക് അറിയായിരിക്കും. എന്താണ് മാഗ്നിഫിക്കേഷൻ? 1 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? മാഗ്നിഫിക്കേഷൻ ഇക്വേഷൻ എന്താണ്? മാഗ്നിഫിക്കേഷന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? M എന്ന് പറയുന്നത് H ഇമേജ് ബൈ H ഒബ്ജക്റ്റ് ആണ് അല്ലെ. ഇത് 1 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഇമേജും സൈസും എന്താണ്? ഈക്വൽ ആണെന്നാണ് അർത്ഥം അല്ലെ. ഇനി മാഗ്നിഫിക്കേഷൻ മോർ ദാൻ 1 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ അതിന്റെ അർത്ഥം? ഇമേജിന്റെ സൈസ്, അതായത് HI/HO ആണ്. അപ്പൊ ഇമേജിന്റെ സൈസ് കൂടുതലാണെന്നാണ് അർത്ഥം. മാഗ്നിഫിക്കേഷൻ ലെസ് ദാൻ 1 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്ജക്റ്റിന്റെ സൈസ് കൂടുതലാണെന്നാണ് അർത്ഥം. അപ്പൊ ഇത് ഓർത്ത് വെക്കണം. മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ആണെങ്കിൽ ഇമേജസ് റിയൽ ആൻഡ് ഇൻവേർട്ടഡ്. മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആണെങ്കിൽ ഇമേജസ് വെർച്വൽ ആൻഡ് ഇറക്റ്റ്. ഈ പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ആണെങ്കിൽ എപ്പോഴും റിയലിന്റെ കൂടെ ഇൻവേർട്ടഡ് ആയിരിക്കും, എപ്പോഴും വെർച്വലിന്റെ കൂടെ ഇറക്റ്റും ആയിരിക്കും. ഓക്കെ. അപ്പൊ ഇങ്ങനെ ഓർത്താൽ മതി. പോസിറ്റീവ് ആയിട്ടുള്ളത് റിയൽ ആണെന്ന് ഓർക്കുക. പോസിറ്റീവ് റിയൽ, റിയലിന്റെ കൂടെ എപ്പോഴും ഇൻവേർട്ടഡ് ആയിരിക്കും. മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആണ്, നെഗറ്റീവ് ആയിട്ടുള്ളത് വെർച്വൽ ആണ് അല്ലെ. വെർച്വല് അതിന്റെ കൂടെ ഇറക്റ്റ്, എപ്പോഴും ഇറക്റ്റിന്റെ കൂടെ വെർച്വലിന്റെ കൂടെ ഇറക്റ്റും അതെ റിയലിന്റെ കൂടെ ഇൻവേർട്ടഡും ആയിരിക്കും കേട്ടോ. ആ ഒരു പോയിന്റും കൂടി ഒന്ന് ഓർത്ത് വെക്കുക. ഇനി ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയേ. ഹൈറ്റ് ഓഫ് എൻ ഒബ്ജക്ട് 3 സെന്റിമീറ്റർ ആണ്, ഹൈറ്റ് ഓഫ് ഇമേജ് 12 ആണ്. വാട്ട് ഈസ് മാഗ്നിഫിക്കേഷൻ? എത്രയാണ്? മാഗ്നിഫിക്കേഷൻ എത്രയാ വരിക? 4 ആണ് വരിക അല്ലെ. കിട്ടിയില്ലേ എല്ലാവർക്കും? ഓക്കെ. ഓക്കെ. ഇനി നമുക്ക് കറണ്ട് എന്ന് പറയുന്നതിനകത്തേക്ക് പോവാം. Q is equal to ഇക്വേഷൻ എന്താണ്? അല്ലെങ്കിൽ I is equal to Q/T അല്ലെ. I is equal to Q/T വെച്ചിട്ട് പ്രോബ്ലം ചോദിക്കാറുണ്ട്. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. പിന്നെ ഹീറ്റ് H is equal to I² RT. ഇത് ഏത് ലോ ആണ്?
ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ്. ഓക്കെ, അപ്പൊ ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ് ചോദിക്കുന്ന ചോദ്യം ഒന്നെങ്കിൽ പ്രോബ്ലം ചോദിക്കും, അല്ലെങ്കിൽ കറണ്ട് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റ് ഇവോൾവ് ചെയ്യുന്ന ഹീറ്റിന് എന്ത് സംഭവിക്കും, റെസിസ്റ്റൻസ് ഹാഫ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നൊക്കെ ചോദിക്കാം. അത് H=I²RT വെച്ചിട്ടുള്ള രീതിയിലുള്ള പ്രോബ്ലംസ് ആണ്. I=Q/T എന്ന് നിങ്ങൾക്ക് ചാർജും ടൈമും തന്നിട്ട് കറണ്ട് എത്രയാണെന്ന് ചോദിക്കാം. ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകളൊക്കെ. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് റെസിസ്റ്റേഴ്സ്, അല്ലെ? റെസിസ്റ്റേഴ്സ് രണ്ട് രീതിയിൽ കണക്ട് ചെയ്യാം, അല്ലെ? സീരീസ് ആയിട്ടും കണക്ട് ചെയ്യാം, അതേപോലെ പാരലൽ ആയിട്ടും കണക്ട് ചെയ്യാം. ഇതിൽ കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. സീരീസ് ആണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്? ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് R എന്ന് പറയുന്നത് R1 + R2 അങ്ങനെയായിരിക്കും പോവുക. പാരലൽ ആണെങ്കിൽ 1/R എന്ന് പറയുന്നത് 1/R1 + 1/R2 അങ്ങനെയായിരിക്കും നമ്മൾ പ്രോബ്ലം ചെയ്യുന്നത്, അല്ലെ? ഇതിനകത്ത് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കൂടുതൽ ഏതിനാണ്? സീരീസിലാണ് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് കൂടുതൽ. അതേപോലെ ഏത് സർക്യൂട്ടിലാണ് കറണ്ട് സെയിം? സീരീസിലാണോ പാരലലാണോ കറണ്ട് സെയിം? സീരീസിലാണ് കറണ്ട് സെയിം കേട്ടോ. ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരി. അപ്പൊ പാരലലിന് എന്താ സെയിം? പൊട്ടൻഷ്യൽ ആണ് പാരലൽ സർക്യൂട്ട് കണക്ഷന്റെ സെയിം ആയിട്ട് വരിക കേട്ടോ. ഓക്കെ, ഇനി ഓവർലോഡിങ് എന്ന് പറയുന്ന കൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലെ? എന്താ ഓവർലോഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ലൈനിന് അതിന് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതിൽ കൂടുതലായിട്ടുള്ള അപ്ലയൻസസ് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും? ഓവർലോഡിങ് സംഭവിക്കും, അല്ലെ? ഓവർലോഡിങ് സംഭവിക്കുന്ന സമയത്ത് അതിന്റെ നമ്മുടെ സേഫ്റ്റി പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഫ്യൂസ് യൂസ് ചെയ്യുന്നത്, അല്ലെ? അപ്പൊ ഫ്യൂസ് എന്ന് പറയുന്ന ഒരു സർക്യൂട്ടിൽ സീരീസ് ആയിട്ടാണോ പാരലൽ ആയിട്ടാണോ കണക്ട് ചെയ്യുക? ആദ്യത്തെ ക്വസ്റ്റ്യൻ. എന്തുകൊണ്ടാണ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നത്? ഓവർലോഡിംഗ് ടൈമില് പെട്ടെന്ന് സർക്യൂട്ടില് കറണ്ട് ഫ്ലോ കട്ടാക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഫ്യൂസ് അങ്ങനെയാണെങ്കിൽ ആ ഫ്യൂസിൽ യൂസ് ചെയ്യുന്ന ഫ്യൂസ് വയറിന്റെ പ്രത്യേകത എന്താണ്? ലോ മെൽറ്റിംഗ് പോയിന്റ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ലോ മെൽറ്റിംഗ് പോയിന്റ് ആയിരിക്കും കേട്ടോ. ലോ മെൽറ്റിംഗ് കാരണം എന്താണ്? ഈ സർക്യൂട്ട് ഓവർലോഡിംഗ് ഒക്കെ വന്നു കഴിയുമ്പോൾ ഹീറ്റ് കൊണ്ടിട്ട് എന്ത് ചെയ്യണം? ആദ്യം ഫ്യൂസിന്റെ വയറ് കത്തി പോകണം, അല്ലെ? അതുകൊണ്ടാണ് ലോ മെൽറ്റിംഗ് പോയിന്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇതൊക്കെ മനസ്സിലായോ? ഇതൊക്കെ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂല് ചോദിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ, ഓർത്തിരിക്കണേ. അതുകൊണ്ടാണ് ഇതിനെ സേഫ്റ്റി ഫ്യൂസ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി പവർ എന്ന് പറയുന്ന കൺസെപ്റ്റ് നോക്കാം. പവറിന്റെ ഇക്വേഷൻ എന്തൊക്കെയാണ്? P = I²R. അടുത്തത് പറയൂ. P = VI. ഇതൊക്കെ ഇതിന്റെ ഇക്വേഷൻ ആണ്. നമുക്ക് ഇത് വെച്ചിട്ട് പ്രോബ്ലംസ് ചോദിക്കും, അപ്പൊ നിങ്ങൾ എഴുതണം കേട്ടോ. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. എ കറണ്ട് ഓഫ് 0.4 ആംപിയർ flows through an electric bulb working at voltage 230 volt. What is the power of the bulb? എന്താണ് ആൻസർ? 92 എന്താണ് യൂണിറ്റ് പറയുമോ? വാട്ട്. ഇത് എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. പവറിന്റെ യൂണിറ്റ് എന്താണെന്ന് കേട്ടോ. എന്താണ്? വാട്ട് ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി ഒരു ബൾബിനകത്ത് ഇന്റീരിയർ ഓഫ് ദ ബൾബ് എന്ന് പറയുന്നത് ഇവാക്യുവേറ്റഡ് ആണ്. അതിന്റെ റീസൺ എന്താണ്? ഇവാക്യുവേറ്റഡ് എന്ന് പറഞ്ഞാൽ അവിടെ ഒന്നുമില്ല,
വേക്കന്റ് ആണ്. അത് എന്തുകൊണ്ടാണ്? അറിയോ? To prevent oxidation of a filament. ഓക്സിഡേഷൻ ഓഫ് ഫിലമെന്റ്. ബൾബിൽ ഫിലമെന്റ് ഉണ്ട് അല്ലെ? ആ ഫിലമെന്റിന്റെ ഓക്സിഡേഷൻ തടയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ബൾബിനെ ഇവാക്യുവേറ്റ് ചെയ്യുന്നത്. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന ബൾബിന് യൂസ് ചെയ്യുന്ന ഫിലമെന്റ് പ്രധാനമായിട്ട് എന്താണ് എലമെന്റ്? എന്ത് എലമെന്റ് ആണ്? ടങ്സ്റ്റൺ ആണ് അല്ലെ? എന്താണ്? ടങ്സ്റ്റൺ ആണ്. ടങ്സ്റ്റന്റെ സിമ്പൽ എന്താണ്? W ആണ് കേട്ടോ നമ്മൾ ടങ്സ്റ്റനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ടങ്സ്റ്റൺ ഫിലമെന്റ് ആണ്. ആ ടങ്സ്റ്റൺ ഫിലമെന്റ് എന്ത് ചെയ്യും? ഈ നമ്മൾ ഇവിടെ ബൾബ് ഇവാക്യുവേറ്റഡ് അല്ലെങ്കിൽ അതില് എന്ത് ചെയ്യും? എയറുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് ഓക്സിഡേഷൻ സംഭവിക്കും. അപ്പൊ അതുകൊണ്ട് അതിന്റെ പെർഫോമൻസിനെ ബാധിക്കുന്നതുകൊണ്ടാണ് ബൾബ് നമ്മൾ ഇവാക്യുവേറ്റ് ചെയ്യുന്നത്. ഓക്കെ. എന്നിട്ട് ബൾബിനകത്ത് നമ്മൾ ഇനേർട്ട് ഗ്യാസ് അല്ലെങ്കിൽ നൈട്രജൻ ഗ്യാസ് നമ്മൾ ഫിൽ ചെയ്യുന്നുണ്ട്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? ടു പ്രിവെന്റ് വേപ്പറൈസേഷൻ. ഓർത്ത് വെക്കണം കേട്ടോ. ടു പ്രിവെന്റ് വേപ്പറൈസേഷൻ ഓഫ് ഫിലമെന്റിന്റെ വേപ്പറൈസേഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് നമ്മൾ ഇനേർട്ട് ഗ്യാസ് അല്ലെങ്കിൽ നൈട്രജൻ നമ്മൾ ഫില്ല് ചെയ്യുന്നത് അല്ലെ? അപ്പൊ ടങ്സ്റ്റൺ ഫിലമെന്റിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാ? അത് പ്രീവിയസ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ടങ്സ്റ്റൺ ഫിലമെന്റിന്റെ പ്രോപ്പർട്ടീസ്, അതിന്റെ റെസിസ്റ്റിവിറ്റി ഹൈ ആണോ ലോ ആണോ? പറഞ്ഞേ. ലോ. ലോ ആണോ വരിക? ഹൈ റെസിസ്റ്റിവിറ്റി. ഹൈ റെസിസ്റ്റിവിറ്റി ആണ് വരിക. കാരണം എന്താ? നമുക്ക് ഈ ലൈറ്റ് ഈ പറയുന്ന ബൾബ് പ്രകാശിക്കണ്ടേ? അപ്പൊ അതുകൊണ്ട് ഹൈ റെസിസ്റ്റിവിറ്റി ആണ് വരിക. പിന്നെ പറയുന്നത് ഹൈ മെൽറ്റിംഗ് പോയിന്റ്. മെൽറ്റിംഗ് പോയിന്റ് എന്താ സംഭവിക്കുക? ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആണ്. കാരണം കറണ്ട് ചെല്ലുമ്പോൾ തന്നെ ഇത് ഉരുകി പോവരുത്. ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആണ്. പിന്നെ ടങ്സ്റ്റൺ ആയതുകൊണ്ട് അത് ഫിലമെന്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റണം. അതുകൊണ്ട് ഡക്റ്റിലിറ്റി എന്ന് പറയുന്ന അതിന്റെ ഒരു പ്രോപ്പർട്ടി ആണ് കേട്ടോ. അതേപോലെ തന്നെ എബിലിറ്റി ടു എമിറ്റ് വൈറ്റ് ലൈറ്റ് ഇൻ ഹോട്ട് കണ്ടീഷൻസ്. ചൂടാവുമ്പോൾ വൈറ്റ് ലൈറ്റ് എമിറ്റ് ചെയ്യണം. ഓക്കെ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, നിക്രോം എന്ന് പറയുന്നത് ഫിലമെന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നില്ല. എന്തുകൊണ്ട്? ടങ്സ്റ്റനെ ഫിലമെന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ചൂട് ചെല്ലുമ്പോൾ അതിന് വൈറ്റ് ലൈറ്റ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ നിക്രോമിനും ഈ പറയുന്ന ബാക്കി പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട്, പക്ഷെ അതിനെ നമ്മൾ ഫിലമെന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നില്ല. അതിന്റെ റീസൺ എന്ന് പറയുന്നത് നിക്രോമിന് ചൂട് കിട്ടുമ്പോൾ ഇത് റെഡ് ഹോട്ട് ആയിട്ട് നിൽക്കത്തേ ഉള്ളൂ, വൈറ്റ് ലൈറ്റ് പ്രൊവൈഡ് ചെയ്യില്ല. അപ്പൊ നമ്മൾ ബൾബ് യൂസ് ചെയ്യുന്നതിന്റെ പർപ്പസ് അവിടെ സെർവ് ചെയ്യപ്പെടില്ല. മനസ്സിലായോ? ഓക്കെ. LED യുടെ ഫുൾ ഫോം എന്താണ്? ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് ആണ് കേട്ടോ. ഇതിന് ഫിലമെന്റ് ഉണ്ടോ? ഇല്ല. ഫിലമെന്റ് ഇല്ല. അപ്പൊ അതാണ് LED യുടെ മെറിറ്റ്. LED എന്ന് പറയുന്നത് എനർജി എഫിഷ്യന്റ് ആണ്, അതിന് ഫിലമെന്റ് ഇല്ല. ഫിലമെന്റ് ഉണ്ടെങ്കിൽ എന്താണ്? കൂടുതൽ ഇലക്ട്രിസിറ്റി ഹീറ്റ് ആയിട്ട് ഡെസിപ്പേറ്റ് ചെയ്ത് പോകും അല്ലെ? അപ്പൊ LEDക്ക് ഫിലമെന്റും കാര്യങ്ങളൊന്നും ഇല്ല. അതിനകത്ത് മെർക്കുറി പോലുള്ള ഹാംഫുൾ ആയിട്ടുള്ള ഗ്യാസുകളൊന്നുമില്ല, എലമെന്റുകളൊന്നുമില്ല. അതുകൊണ്ട് അത് എൻവയോൺമെന്റ് ഹാംഫുൾ അല്ല കേട്ടോ. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത്.
ഇനി ബാർ മാഗ്നറ്റ്, അടുത്തൊരു കണ്ടന്റ് ആണ് ബാർ മാഗ്നറ്റ് അല്ലെ. ബാർ മാഗ്നറ്റും സോളിനോയിഡും ഇവ തമ്മിലുള്ള എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ബാർ മാഗ്നറ്റ്, ഇതിൽ ഏതാണ് പെർമനന്റ് ആയിട്ടുള്ള മാഗ്നറ്റ്? ബാർ മാഗ്നറ്റ് ആണ് അല്ലെ. സോളിനോയിഡിനെ നമ്മൾ എന്തെന്നാ വിളിക്കുക? ഇലക്ട്രോ മാഗ്നറ്റ് ആയിട്ട് നമുക്ക് ഇതിനെ യൂസ് ചെയ്യാം. ഓക്കെ, അതായത് കറണ്ട് പാസ് ചെയ്യുമ്പോൾ അതൊരു മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. വൺസ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് അതിനകത്തേക്ക് പ്രൊവൈഡ് ചെയ്യാതിരിക്കുമ്പോൾ അത് അതിന്റെ മാഗ്നറ്റിസം ലൂസ് ചെയ്യും. ഓക്കെ, അപ്പൊ ബാർ മാഗ്നറ്റ് പക്ഷെ എന്താണ്, ഇതിൽ ഏതിനാണ് വീക്ക് മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത്? ബാർ മാഗ്നറ്റിനാണോ സോളിനോയിഡിനാണോ? ബാർ മാഗ്നറ്റിന് എന്താണ് വീക്ക് മാഗ്നറ്റിക് ഫീൽഡ് ആണ്. സോളിനോയിഡിന് സ്ട്രോങ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് ആണുള്ളത് കേട്ടോ. അതേപോലെ ബാർ മാഗ്നറ്റിന്റെ പൊളാരിറ്റി എന്ന് പറയുന്നത് എന്താണ്? അത് ഫിക്സഡ് ആണ് അല്ലെ. നമുക്കറിയാം ഒരു ബാർ മാഗ്നറ്റ് നോർത്തും സൗത്തും എപ്പോഴും സെയിം ആയിരിക്കും അല്ലെ. അതേസമയം സോളിനോയിഡിന്റെ പൊളാരിറ്റി എന്ന് പറയുന്നത് നമുക്ക് ചേഞ്ച് ചെയ്യാം. എങ്ങനെയാ ചേഞ്ച് ചെയ്യാൻ പറ്റുക? ഡയറക്ഷൻ ചേഞ്ച് ചെയ്തുകൊണ്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും അല്ലെ. ഇനി എ സി ജനറേറ്റർ, ഡി സി ജനറേറ്റർ അല്ലെ. ഇതിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എന്താണ്, ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. സ്ലിപ്പ് റിങ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സ്ലിപ്പ് റിങ് അതേപോലെ സ്പ്ലിറ്റ് റിങ്, ഇത് ഏതാണ് യൂസ് ചെയ്യാന്നുള്ളത് ഓർത്തിരിക്കണം. ഏതിലാ സ്ലിപ്പ് റിങ് യൂസ് ചെയ്യാം? എസിയില് സ്പ്ലിറ്റ് റിങ് കേട്ടോ. പിന്നെ ഒരു ജനറേറ്ററിൽ എനർജി കൺവേർഷൻ എങ്ങനെയാണ്? ജനറേറ്ററിൽ മെക്കാനിക്കൽ എനർജി. അപ്പൊ എപ്പോഴും അത് മാറിപ്പോകുമ്പോൾ അപ്പൊ ഇപ്പൊ എങ്ങനെ ചിന്തിക്കണം? കറണ്ട് പോകുമ്പോഴാണ് നമ്മൾ ജനറേറ്റർ യൂസ് ചെയ്യുക അല്ലെ. അപ്പൊ നമുക്ക് കിട്ടുന്നത് ഇലക്ട്രിക്കൽ എനർജിയാണ്. അതെങ്ങനെയാണ്? മെക്കാനിക്കൽ എനർജിയിൽ നിന്ന്. അപ്പൊ മെക്കാനിക്കൽ എനർജി ടു ഇലക്ട്രിക്കൽ എനർജി ആണ് വരിക കേട്ടോ. ഇനി അടുത്തത് ട്രാൻസ്ഫോമർ. അതിനകത്ത് 2 ടൈപ്പ് ഓഫ് ട്രാൻസ്ഫോമർ ഉണ്ട്. ഏതൊക്കെയാണ്? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറും അല്ലെ. അപ്പൊ ഇതിന് പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിന്റെ പ്രൈമറിയിൽ നമ്മൾ തിക്ക് വയറാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ആണെങ്കിൽ സെക്കൻഡറിയിലാണ് നമ്മൾ തിക്ക് വയർ യൂസ് ചെയ്യുക. ഓക്കെ, തിക്ക് വയർ യൂസ് ചെയ്യുന്ന സ്റ്റെപ്പ് ഡൗണിന് സെക്കൻഡറിയിൽ, സ്റ്റെപ്പ് അപ്പിന് പ്രൈമറിയിൽ. ഇവിടെ എന്താണ്? ലെസ് നമ്പർ ഓഫ് ടേൺസ് ആണ് നമ്മൾ സ്റ്റെപ്പ് അപ്പിൽ യൂസ് ചെയ്യുക, പ്രൈമറിയിൽ, ഇൻ പ്രൈമറി. ആൻഡ് ഇവിടെ സെക്കൻഡറിയിലാണ് എന്ത് യൂസ് ചെയ്യുക? ലെസ് നമ്പർ ഓഫ് ടേൺസ് യൂസ് ചെയ്യുക. നിങ്ങൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിന്റെയും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിന്റെയും കുറച്ച് ഇക്വേഷനുകളും അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലം ഉണ്ട്. എപ്പോഴും നമ്മുടെ ഫിസിക്കൽ സയൻസിന് ചോദിക്കുന്നതാണ് കേട്ടോ. അപ്പൊ അത്തരത്തിലുള്ളൊരു ക്വസ്റ്റ്യൻ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം. നിങ്ങൾ അത് ആ ഒരു ഏരിയ കറക്റ്റ് ആയിട്ട് നോക്കിയിട്ട് പോകണം കേട്ടോ. അപ്പൊ ഒരു ട്രാൻസ്ഫോമർ ഈസ് വർക്കിംഗ് ഓൺ 240 വോൾട്ട് ആണ്. AC supplies a transformer working on a 240 volt AC supplies a voltage of 8 volt to an electric bell in the circuit. Number of turns in the primary coil is 4800. Calculate the number of turns in the secondary coil. A transformer working on 240 volt AC. അപ്പൊ പ്രൈമറി എന്ന് പറയുന്നത് എത്രയാണ്? 240 വോൾട്ട് ആണ്. സപ്ലൈസ് എ വോൾട്ടേജ് ഓഫ് 8 വോൾട്ട്. അപ്പൊ സെക്കൻഡറി എന്ന് പറയുന്നത് സെക്കൻഡറി വോൾട്ടേജ് ആണ് 8 വോൾട്ട്. നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ പ്രൈമറി കോയിലിലെ NP എന്ന് പറയുന്നത് 4800 ആണ്. കാൽക്കുലേറ്റ്
സെക്കൻഡറി കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ ഇവിടെ നോക്കിയേ, പ്രൈമറിയിലുള്ളത് വി പ്രൈമറി, വി സെക്കൻഡറി. ഇതുമായിട്ട് ബന്ധപ്പെട്ട് വോൾട്ടേജും നമ്പർ ഓഫ് ടേണും ആയിട്ട് ബന്ധപ്പെട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ അറിയോ നിങ്ങൾക്ക്? VS by VP is equal to NS by NP. VS by VP is equal to NS by NP. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ രീതിയിലുള്ള ഇക്വേഷനുകളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എപ്പോഴും തന്നെ ഫിസിക്കൽ സയൻസിന്റെ എക്സാമിന് ചോദിക്കുന്നതാണ്. നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക കേട്ടോ. അപ്പൊ എന്താണ് VS by, ഇനി ഡയറക്റ്റ് കാൽക്കുലേഷൻ ഉള്ളൂ. നിങ്ങൾ കേട്ടിട്ടുണ്ട് നമ്മുടെ ഫിസിക്കൽ സയൻസിന്റെ എക്സാമിന്റെ പ്രത്യേകത, ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ കൂടുതലും ഡയറക്റ്റ് ആയിരിക്കും. നമുക്ക് ആ ഇക്വേഷൻ ഒന്ന് അറിഞ്ഞാൽ മതി. ഇക്വേഷൻ അറിയുമെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. VS എന്ന് പറയുന്നത് എത്രയാണ്? 8 ആണ് അല്ലെ. ബൈ VP എന്ന് പറയുന്നത് 240 ആണ്. NS എന്ന് പറയുന്നതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. NP എന്ന് പറയുന്നത് 4800 ആണ്. ഓക്കെ, ഇത് ജസ്റ്റ് കാണുക. NS എന്ന് പറയുന്നത് കണ്ടിട്ട് പറഞ്ഞ് 8 by 240 into 4800. 00 കട്ട് ചെയ്തു. 24 2 തവണ എത്രയാണ്? 160 ആണ്. 160 നമ്പർ ഓഫ് ടേൺസ് ആയിരിക്കും വരിക. അപ്പോ ഇൻഡക്ടേഴ്സ് കേട്ടിട്ടില്ലേ? ഇൻഡക്ടറുകളിൽ നമ്മൾ AC സർക്യൂട്ടിലാണ് യൂസ് ചെയ്യുക. അതെന്തുകൊണ്ടാണ്? AC എന്നല്ല, ഇലക്ട്രോണിക് സർക്യൂട്ടുകളിൽ നമ്മൾ ഇൻഡക്ടേഴ്സിനെ യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇൻഡക്ടേഴ്സ് ആർ യൂസ്ഡ് ടു കൺട്രോൾ ആൻഡ് ഡിക്രീസ് ദ കറന്റ് വിത്തൗട്ട് പവർ ലോസ്. പവർ ലോസ് ഇല്ലാതെ കറന്റിനെ കൺട്രോൾ ചെയ്യാന്നുള്ള ഉദ്ദേശം, കൺട്രോൾ ചെയ്യുക, ഡിക്രീസ് ചെയ്യുക. കാരണം ഇൻഡക്ടറിൽ ബാക്ക് EMF എന്ന കൺസെപ്റ്റ് വരും. അപ്പൊ അതിനെ ഡിക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻഡക്ടേഴ്സ് നമ്മൾ സർക്യൂട്ടിൽ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കുകയാണ്, ഇൻഡക്ടറിന് പകരം നമ്മൾ റെസിസ്റ്റർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അതിന്റെ പ്രശ്നം? റെസിസ്റ്റർ യൂസ് ചെയ്ത് കഴിഞ്ഞാലും എന്ത് സംഭവിക്കും? കറണ്ട് ഡിക്രീസ് ചെയ്യും അല്ലെ? കാരണം അതിലൂടെ പാസ് ചെയ്യും കറണ്ട്. അപ്പൊ അതിന്റെ ഒരു മൊത്തത്തിലുള്ള എഫിഷ്യൻസി അത് ഡിക്രീസ് ചെയ്യും. പക്ഷെ നമ്മൾ ഈ റെസിസ്റ്ററിന് പകരം മെയിൻലി ഇൻഡക്ടേഴ്സ് ആണ് ഈ രീതിക്ക് ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ടാണ്? എന്താന്ന് വെച്ച് കഴിഞ്ഞാല് റെസിസ്റ്ററിലൂടെ ആകുമ്പോൾ ഇലക്ട്രിക്കൽ എനർജി എന്താ ഹീറ്റിന്റെ ഫോമിൽ ഡെസിപ്പേറ്റ് ചെയ്യും. ഓക്കെ, ഇൻഡക്ടറിലൂടെ ആ ഒരു പ്രശ്നം വരുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ നോർമലി റെസിസ്റ്റേഴ്സ് ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാത്തത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു, ഇൻഡക്ടർ നമ്മൾ AC സർക്യൂട്ടിലാണ് യൂസ് ചെയ്യാന്ന് അല്ലെ. അപ്പൊ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, അതിന് ബന്ധപ്പെട്ട് ചോദിക്കുവാണ്, ഇൻഡക്ടേഴ്സ് ആർ നോട്ട് യൂസ് ഇൻ DC. എന്തുകൊണ്ടായിരിക്കും? EMFന്റെ ഇക്വേഷൻ അറിയോ? -n into d∅/dt. അത് ചേഞ്ച് ഇൻ ഫ്ലക്സ് എന്ന് പറയുന്ന കൺസെപ്റ്റിൽ നിന്നാണ് ഈ പറയുന്ന ബാക്ക് EMF ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇൻഡക്ടർ എന്ന് പറയുന്നത് AC എന്ന് പറയുന്നത് എന്താണ്? ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആണ് അല്ലെ. അപ്പൊ അവിടെ ഫ്ലക്സിൽ ചേഞ്ച് ഉണ്ട്. ആ സമയമാണ് എന്താണ് ഈ ബാക്ക് EMF പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. DC-യുടെ കേസ് വരുമ്പോ ഡയറക്റ്റ് കറണ്ട് ആണ്. മനസ്സിലായോ? കൺസെപ്റ്റ് മനസ്സിലായോ? ഡയറക്റ്റ് കറണ്ട് ആണ്. അവിടെ ചേഞ്ച് ഇൻ ഫ്ലക്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് വരുന്നില്ല. അപ്പൊ എന്ത് ചെയ്യില്ല? ബാക്ക് EMF പ്രൊഡ്യൂസ് ചെയ്യില്ല. അതുകൊണ്ടാണ് ഇൻഡക്ടേഴ്സിനെ എവിടെ യൂസ് ചെയ്യാത്തത്? ഒരു DC സർക്യൂട്ടിൽ യൂസ് ചെയ്യാത്തത്. മനസ്സിലായോ? എനർജി കൺവേർഷൻ ഇമ്പോർട്ടന്റ് ആണ്. ലൗഡ് സ്പീക്കറിലെ എനർജി കൺവേർഷൻ എങ്ങനെയാണ്? കഴിഞ്ഞ കേട്ടറ്റിന്റെ എക്സാമിന്റെ ഒരു ഓപ്ഷനിൽ വന്നിരിക്കുന്ന കൺസെപ്റ്റ് ആണ്. ലൗഡ് സ്പീക്കറിൽ എന്തിന്റെ കൺവേർഷൻ ആണ് നടക്കുക? ഇലക്ട്രിക്കൽ എനർജീനെ സൗണ്ട് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും അല്ലെ. അതേസമയം മൈക്രോഫോൺ ആണെങ്കിലോ
തിരിച്ച് സൗണ്ട് ഇലക്ട്രിക്കൽ. ഇത് എപ്പോഴും നമുക്ക് കൺഫ്യൂസിങ് ആയതുകൊണ്ട് തന്നെ ഇത് ചോദിക്കാറുണ്ട് കേട്ടോ, അതുകൊണ്ട് എപ്പോഴും ഓർത്തിരിക്കണേ. പെരിസ്കോപ്പിലുള്ള മിറർ ഏതാ? പെരിസ്കോപ്പിൽ യൂസ് ചെയ്യുന്ന മിറർ പെരിസ്കോപ്പിൽ എന്ത് ടൈപ്പ് ഓഫ് മിററാ? കോൺവെക്സ്, കോൺകേവ്, പ്ലെയിൻ മിറർ, ഏതാ യൂസ് ചെയ്യാ? പ്ലെയിൻ മിറർ ആണ് യൂസ് ചെയ്യുക കേട്ടോ. പെരിസ്കോപ്പ് നിങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടില്ലേ? നമ്മൾ കുഞ്ഞിലേക്ക് ഉണ്ടാക്കിയിട്ടുള്ളതാണ് എക്സ്പെരിമെന്റിനായിട്ട്. എന്താണ് പെരിസ്കോപ്പിൽ പ്ലെയിൻ മിറർ ആണ് യൂസ് ചെയ്യുക. പ്രീവിയസ് കേട്ടറ്റിനല്ല, പക്ഷെ ഒരു എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ പെരിസ്കോപ്പിൽ. അടുത്തൊരു ക്വസ്റ്റ്യൻ തരാം. പവർ ഓഫ് എ കോൺവെക്സ് ലെൻസ് ഓഫ് ഫോക്കൽ ലെങ്ത് 2 മീറ്റർ. ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് 2 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ പവർ കണ്ടുപിടിക്കുക. കണ്ടുപിടിച്ചേ. 0.5 diopter. 1/2 ആണ് അല്ലെ. പവർ ഇസ് ഈക്വൽ ടു 1/4 ഫോക്കൽ ലെങ്ത്. അപ്പൊ 1/2 എന്ന് വെച്ചാൽ 0.5 ഡയോപ്റ്റർ. അടുത്ത ക്വസ്റ്റ്യൻ, യൂണിറ്റ് ഓഫ് പവർ എന്താണ്? എന്താ യൂണിറ്റ് ഓഫ് പവർ? ഡയോപ്റ്റർ കേട്ടോ. ഇനി എപ്പോഴും നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ഫോക്കൽ ലെങ്ത് കാണുമ്പോൾ തന്നിരിക്കുന്നത് മീറ്ററിലാണെന്ന് ഉറപ്പുവരുത്തണം. പിള്ളേർക്ക് പറ്റുന്ന മിസ്റ്റേക്ക് ആണ്. നമ്മൾ ചിലപ്പോൾ 200 സെന്റിമീറ്റർ എന്നൊക്കെ തരും. അപ്പൊ നമ്മൾ 1/200 ചെയ്യുന്ന ആൻസറും ഓപ്ഷനിൽ ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് എറർ ആയിട്ടുള്ള ആൻസറാ കിട്ടുക. നമ്മൾ ഏത് സംഭവം ചെയ്താലും ഡയോപ്റ്റർ എന്ന് പറയുമ്പോൾ മീറ്ററിലുള്ള വാല്യൂ ആണ്. അതുകൊണ്ട് ഫോക്കൽ ലെങ്ത് എപ്പോഴും മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടേ പവർ കാണാവുള്ളൂ. മനസ്സിലായോ? എപ്പോഴും നമ്മൾ എത്ര പറഞ്ഞാലും ആ എക്സാമിന്റെ ടൈമിൽ പിള്ളേർ തെറ്റിച്ചിട്ട് വരുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് അത് കൃത്യമായിട്ട് നോട്ട് ചെയ്യണം. ക്ലിയർ ആയോ? ഓക്കെ. LPGയുടെ ഫുൾ ഫോം എന്താ? ഓക്കെ. അത് ലീക്ക് ആയി കഴിഞ്ഞാൽ നമുക്കൊരു സ്മെല്ല് കിട്ടും അല്ലെ? ആ സ്മെല്ല് ഈസ് ഡ്യൂ ടു എന്ത് കാരണം കൊണ്ടാ? മീഥൈൽ മെർക്യാപ്റ്റൻ ആണ് കേട്ടോ. ഇനി ബേസ്ഡ് ഓൺ ദ കലോറിഫിക് വാല്യൂ ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള ഫ്യൂവൽ ഏതാണ്? ഹൈഡ്രജൻ ആണ് കേട്ടോ. കലോറിഫിക് വാല്യൂന്റെ ബേസിൽ ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള ഫ്യൂവൽ എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആണ് കേട്ടോ. ഹൈഡ്രജൻ പക്ഷെ പൊതുവെ ഫ്യൂവൽ ആയിട്ട് ഏതിലാണ് യൂസ് ചെയ്യുക? റോക്കറ്റുകളിലൊക്കെ മാത്രമേ ഫ്യൂവൽ ആയിട്ട് ഹൈഡ്രജൻ യൂസ് ചെയ്യുള്ളൂ. എന്തുകൊണ്ടാണ് ഹൈഡ്രജൻ നമുക്ക് ഡൊമസ്റ്റിക് ഫ്യൂവൽ ആയിട്ട് യൂസ് ചെയ്യാത്തത്? നമ്മളിപ്പോ LPG ഒക്കെ യൂസ് ചെയ്യുന്നില്ല, അതിനേക്കാളും കൂടുതൽ കലോറിഫിക് വാല്യൂ ഹൈഡ്രജൻ ഉണ്ട്, പക്ഷെ അത് നോർമലി യൂസ് ചെയ്യപ്പെടുന്നില്ല. എന്തുകൊണ്ടാണ്? കമ്പഷൻ റേറ്റ് വളരെ കൂടുതലാണ്, ചാൻസസ് ഫോർ എക്സ്പ്ലോഷൻ ഉണ്ട് കേട്ടോ. അതേപോലെ അവൈലബിലിറ്റിയും കുറവാണ്. അതുകൊണ്ടാണ് നമുക്ക്, അതായത് ഈ പറയുന്ന കൊമേഴ്ഷ്യൽ പർപ്പസിൽ അവൈലബിൾ ആക്കി എടുക്കുക എന്ന് പറയുന്നത് കോസ്റ്റ്ലി ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഒഴിവാക്കുന്നു കേട്ടോ. ഈ ഫിഷനും ഫ്യൂഷനും അറിയില്ലേ? ഫിഷൻ ആൻഡ് ഫ്യൂഷൻ. അതിനകത്ത് ലൈറ്റ് എലമെന്റുകൾ ഫിഷൻ എന്ന് പറഞ്ഞ ഫ്യൂഷൻ നടത്തും. ഹെവി എലമെന്റുകളാണ് ഫിഷൻ നടത്തുക കേട്ടോ. ഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതായിട്ടുള്ള എലമെന്റുകൾ ഒന്നിച്ചുകൂടി വലിയതാകുന്നതാണ്. ഫിഷൻ എന്ന് പറയുമ്പോൾ ഒരു ഹെവി എലമെന്റ് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നതാണ്. ഓക്കെ. ബ്രൗൺ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ബ്രൗൺ എനർജി റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ബ്രൗൺ എനർജി എക്സാമ്പിൾ പറയാമോ ബ്രൗൺ എനർജിയുടെ? ന്യൂക്ലിയർ എനർജി. ന്യൂക്ലിയർ എനർജി ആറ്റോമിക് റിയാക്ടേഴ്സിലൊക്കെ വരുന്ന ഏതാണ്?
ബ്രൗൺ എനർജി ആണ് കേട്ടോ. ഗ്രീൻ എനർജി ഉണ്ട്. ഗ്രീൻ എനർജി എന്ന് പറയുമ്പോൾ സോളാർ സെല്ല്, വിൻഡ് മില്ല്, ടൈഡൽ എനർജി ഒക്കെ എന്താണ്? ഗ്രീൻ എനർജിയാണ്. ഓക്കെ, ഇനി ഹൈഡ്രജൻ ബോംബില് ഏത് മെത്തേഡിലാണ് ഫ്യൂസ് നടക്കുന്നത്? ഹൈഡ്രജൻ ബോംബ് ഹൈഡ്രജൻ ബോംബിൽ ഏതാണ്? ഫ്യൂഷൻ ആണ് നടക്കുന്നത് കേട്ടോ. ആറ്റം ബോംബിൽ ഏതാണ്? ഫിഷൻ. അപ്പൊ എങ്ങനെ ഓർക്കണം? എപ്പോഴും എല്ലാവർക്കും കൺഫ്യൂഷൻ. ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ ഏറ്റവും ചെറിയ എലമെന്റ് ആണ് അല്ലെ. ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബറിയം അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഏറ്റവും ചെറുത് എന്ന് നടത്തും? ഫ്യൂഷൻ നടത്തും എന്ന് ഓർത്താൽ മതി. അപ്പൊ ഹൈഡ്രജൻ ബോംബ് ഫ്യൂഷൻ, ആറ്റം ബോംബ് എന്ന് പറയുന്നത് ഫിഷൻ ആണ് നടത്തുക. ഓക്കെ, ക്ലീൻ എനർജി എന്നറിയപ്പെടുന്ന എനർജി ഏതാ? ക്ലീൻ എനർജി. ഏത്? ബ്രൗൺ എനർജീനെയാണോ ഗ്രീൻ എനർജീനെ? എന്തിനെയാണ് ക്ലീൻ എനർജി എന്ന് വിളിക്കുന്നത്? ഗ്രീൻ എനർജി. ഗ്രീൻ എനർജീനെയാണ് വിളിക്കുന്നത് കേട്ടോ. കാരണം ഗ്രീൻ എനർജി പൊള്യൂഷൻ ഒന്നും കോസ് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ്. പിന്നെ റിന്യൂവബിൾ, നോൺ റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി ഒക്കെ നോക്കിയിട്ട് പോണേ. ഓക്കെ, ന്യൂക്ലിയർ റിയാക്ടറിൽ യൂസ് ചെയ്യുന്നത് എൻറിച്ച്ഡ് യുറേനിയം ആണ് കേട്ടോ. മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫ്യൂവൽ ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്താണ്? എൻറിച്ച്ഡ് ആയിട്ടുള്ള യുറേനിയം ആണ്. എൻറിച്ച്ഡ് യുറേനിയം എന്നാണ് നമ്മൾ അതിനെ പറയുന്നത് കേട്ടോ. ഇനി LNG, LNGയുടെ ഫുൾ ഫോം എന്താ? നാച്ചുറൽ ഗ്യാസ്. അതിലെ മെയിൻ കമ്പോണന്റ് എന്ന് പറയുന്നത് മീത്തേൻ ആണ്. അപ്പൊ LPGയിലെയോ? ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. LPGയിലെ മെയിൻ കമ്പോണന്റ് ഏതാണ്? ബ്യൂട്ടൈൻ ആണ് കേട്ടോ. LNGയിലെ എന്താണ്? മീത്തേൻ ആണ്. ഒന്ന് ഓർത്ത് വെക്കണം. LPGയുടെ ഫുൾ ഫോം അറിയാലോ? ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് ആണ്. സ്റ്റാർസിന്റെ ഉള്ളിൽ ഏത് മെത്തേഡാണ്? ന്യൂക്ലിയർ ഫിഷൻ ആണോ ഫ്യൂഷൻ ആണോ? ഫ്യൂഷൻ ആണ് നടക്കുന്നത് കേട്ടോ. ഏതാ? എവിടെ? എന്താ ചോദിച്ചത്? അതെ 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 അതെ. സൺ ഒരു സ്റ്റാർ ആണ് കേട്ടോ. ബയോഗ്യാസിലെ മെയിൻ കോൺസ്റ്റിറ്റ്യൂന്റ് ഏതാണെന്നറിയോ? ബയോഗ്യാസിലെ മീത്തേൻ ആണ് കേട്ടോ. മെയിൻ കോൺസ്റ്റിറ്റ്യൂന്റ് എന്ന് പറയുന്നത് മീത്തേൻ തന്നെയാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു റിവിഷൻ ആയോ? കുറെ ഏരിയാസ് നമ്മൾ കവർ ചെയ്തങ്ങ് പോയിട്ടുണ്ട്. വളരെ ഡീപ്പായിട്ട് നമുക്ക് പറയാനുള്ള സമയമൊന്നുമില്ല. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളൊന്ന് റെഫർ ചെയ്ത് നോക്കുക. അത്രേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി എന്താണ്? ഇനി പെഡഗോഗി എന്ന് പറയുന്നത് വലിയ സീനുള്ള ഏരിയാസ് ഒന്നും അല്ല. നമുക്ക് എന്താ
അത്യാവശ്യം കണ്ടന്റുകളൊക്കെ കുറെയൊക്കെ ജനറൽ ഏരിയയിൽ നിന്ന് പഠിച്ചാൽ തന്നെ പെഡഗോഗി നമ്മുടെ കുറെയൊക്കെ ക്ലിയർ ആവും. അപ്പൊ അതിനകത്ത് ഞാൻ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം, നിങ്ങൾ അത് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവാ കേട്ടോ. അപ്പൊ ഒന്ന് നമ്മുടെ ഗ്യാർഡ്നയുടെ ഹൈറാർക്കി ഓഫ് ലേണിംഗ്, അത് നിങ്ങൾ പഠിച്ചിട്ട് പോകണം. എന്തൊക്കെ കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത് എന്നുള്ളത് കേട്ടോ. അത് ഓർഡറിൽ തന്നെ നിങ്ങൾ പഠിക്കണം. ഞാനിപ്പോ ജസ്റ്റ് പറയുന്നില്ല, എല്ലാവരുടെ കയ്യിലും നോട്ട്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. ആ ഓർഡർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏതൊക്കെയാണ്? സിഗ്നൽ ലേണിംഗ് ഉണ്ട്, സ്റ്റിമുലസ് റെസ്പോൺസ്, ചെയിനിങ്, വെർബൽ അസോസിയേഷൻ, മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷൻ, കൺസെപ്റ്റ് ലേണിംഗ്, റൂൾ ഓർ. എത്ര ഹൈറാർക്കി ഉണ്ട്? 8 സ്റ്റെപ്പുകൾ ഉണ്ട് കേട്ടോ. ആ 8 സ്റ്റെപ്പ് ഓർഡറിൽ തന്നെ പഠിക്കണം. ഓക്കെ, അപ്പൊ സോൺ ഓഫ് പ്രോക്സിമൽ ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത് ആരുടെ കൺസെപ്റ്റ് ആണ്? സോൺ ഓഫ് പ്രോക്സിമൽ ഡിസ്റ്റിലേഷൻ Vygotsky. വൈഗോട്സ്കിയുടെ കൺസെപ്റ്റ് ആണ് അല്ലെ. വൈഗോട്സ്കി ഏതിന്റെ ആളാണ്? Social കൺസ്ട്രക്റ്റിവിസത്തിന്റെ ആളാണ് കേട്ടോ. ഡിസ്കവറി ലേണിംഗ് ആരാണ്? ഡിസ്കവറി ലേണിംഗ് Brunner. ബ്രൂണറാണ്. കൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ ആരുടെയാണ്? ബ്രൂണറിന്റെ ആണ് കേട്ടോ. സ്പൈറൽ കരിക്കുലം ആരുടെയാണ്? ബ്രൂണറിന്റെ ആണ്. ഒക്കെ ഓർത്ത് വെക്കണം. കൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡല്, സ്പൈറൽ കരിക്കുലം ഒക്കെ ആരുടെയാണ്? ബ്രൂണറിന്റെ ആണ്. ഡിസ്കവറി ലേണിംഗും ബ്രൂണറിന്റെ ആണ്. ഇനാക്റ്റീവ്, ഐക്കോണിക്, സിംബോളിക് എന്ന് പറയുന്ന സ്റ്റേജുകളും ആരുടെയാണ്? ബ്രൂണറിന്റെ ആണ്. ക്ലിയർ ആണോ? പിന്നെ നിങ്ങൾ ടെസ്റ്റ് ഐറ്റംസിനകത്ത് അസസ്മെന്റ് ഡെഫിനിഷൻ നോക്കുക. അല്ല, അസസ്മെന്റ് എന്താ പറയുക, CC ഫുൾ ഫോം നോക്കിയിരിക്കണം, അതിന്റെ പ്രത്യേകതകൾ നോക്കിയിരിക്കണം, ഗ്രേഡിംഗ് സിസ്റ്റം നോക്കിയിരിക്കണം. പിന്നെ ടൈപ്പ് ഓഫ് ടെസ്റ്റ് ഐറ്റം ഒക്കെ നിങ്ങൾക്ക് അറിയാലോ, എന്താ എസ്എ ടൈപ്പ്, ഒബ്ജക്റ്റീവ് ടൈപ്പ്, അതൊക്കെ വളരെ ഇതാണ്. പിന്നെ ഗ്രേഡിംഗ്, ഡയറക്റ്റ് ഗ്രേഡിംഗ് ഉണ്ട്, ഇൻഡയറക്റ്റ് ഗ്രേഡിംഗ് ഉണ്ട്. ഓക്കെ, ടൂൾസ് ഓഫ് ഇവാലുവേഷൻ, സമ്മേറ്റീവ് ഇവാലുവേഷൻ, ഫോർമേറ്റീവ് ഇവാലുവേഷൻ രണ്ട് നോക്കണം. ഒരു അധ്യയന വർഷത്തിന്റെ എൻഡിൽ കൊടുക്കുന്ന ഇവാലുവേഷൻ ഏതാണ്? Summative. പെർഫോമൻസ് മെച്ചപ്പെടുത്താൻ വേണ്ടി കൊടുക്കുന്നതാണ് ഫോർമേറ്റീവ് അല്ലെ. ഇനി ഒരു കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും മെൻഷൻ ചെയ്യുന്ന ഒരു റെക്കോർഡ് ഉണ്ട്. അതെന്താണ്? സ്പെസിഫിക് ഇൻസിഡന്റുകളൊക്കെ അനക്ഡോട്ടൽ റെക്കോർഡ്. ക്യുമുലേറ്റീവ് റെക്കോർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കുട്ടിയുടെ എഡ്യൂക്കേഷൻ ഹിസ്റ്ററി എല്ലാ കാര്യങ്ങളും ഉള്ളതാണ് ക്യുമുലേറ്റീവ്. അനക്ഡോട്ടൽ എന്ന് പറയുമ്പോൾ ആ കുട്ടിയുടെ സ്പെസിഫിക് ഇൻസിഡന്റുകൾ മെൻഷൻ ചെയ്യുന്നതാണ് കേട്ടോ. ഓക്കെ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിയിട്ട് പോവാ. ഓക്കെ, ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രെയിൻ സ്റ്റോമിംഗ് അതായത് നമ്മൾ എന്തെങ്കിലും ഒരു ആശയം എല്ലാ കുട്ടികളുടെയും കയ്യിൽ നിന്ന് അവരുടെ ഐഡിയാസുകളൊക്കെ സ്വീകരിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ ബ്രെയിൻ സ്റ്റോം. അപ്പൊ നമ്മളൊരു എന്തെങ്കിലും ഒരു ഇതിനെ കുറിച്ചൊരു ഡിസ്കഷൻ വെക്കുകയാണ്. അപ്പൊ എല്ലാ കുട്ടികളുടെയും ആശയങ്ങൾ collect lot many ideas from students as possible for more careful consideration at a later time. അപ്പൊ എല്ലാവരുടെ ആശയങ്ങളും നമുക്ക് എല്ലാവർക്കും പറയാൻ ചാൻസ് കൊടുത്തിട്ട് ആശയങ്ങൾ ഉൾക്കൊണ്ടിട്ട് ഒരു കോമൺ ഇതാ ഉണ്ടാക്കുന്നതാണ് ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറയുന്നത്. ബ്രെയിൻ സ്റ്റോമിംഗ് ഒക്കെ എന്തിന്റെ എക്സാമ്പിൾ ആണ്? കൺസ്ട്രക്റ്റിവിസ്റ്റ് മെത്തേഡിൽ വരുന്നതാണ് കേട്ടോ. ഓക്കെ, ഒരു മെമ്മറി ടെക്നിക്കിന്റെ പേര് പറയാവോ? നിമോണിക്സ് എന്ന് പറയുന്ന മെമ്മറി ടെക്നിക്കാണ് കേട്ടോ. അപ്പൊ എക്സാമ്പിൾ എന്താണ്? നമ്മൾ വിബ്ജിയോർ, 7 കളറുകൾ വിബ്ജിയോർ എന്ന് ഓർത്ത് വെക്കും. അതായത് എല്ലാത്തിന്റെ ആദ്യം തുടക്കം വെച്ചിട്ട് വിബ്ജിയോർ എന്ന് പറയുന്ന ഒരു ടേം ആയിട്ട് മാറ്റുക. അതാണ് നിമോണിക്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ?
ബ്ലെൻഡഡ് ലേണിംഗ് എന്ന് വെച്ചാൽ എന്താ? ബ്ലെൻഡഡ് ലേണിംഗ് ഓൺലൈൻ ലേണിംഗ് ഓഫ്ലൈൻ ലേണിംഗ് ഒരുമിച്ച്. ഓൺലൈൻ ലേണിംഗും ട്രഡീഷണൽ ക്ലാസ് റൂം മെത്തേഡുകളും ഒരുമിച്ച് രണ്ടും കൂടെ ബ്ലെൻഡ് ചെയ്തിട്ട് വരുന്ന കൺസെപ്റ്റ് ആണ് ബ്ലെൻഡഡ് ലേണിംഗ് എന്ന് പറയുന്നത് കേട്ടോ. ബ്ലെൻഡഡ് ലേണിംഗ് പ്രീവിയസ് കേട്ടറ്റിന് ചോദിച്ചിട്ടുണ്ട്, കാറ്റഗറി 3 ആണോ എന്ന് സംശയമുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഒരു ജസ്റ്റ് ഒരു റിവിഷൻ കിട്ടിയോ? ഓക്കെ, സെഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? യൂസ്ഫുൾ ആയിരുന്നോ? Useful as ഓക്കെ ഓക്കെ, അപ്പൊ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക എക്സാമിന് വേണ്ടിയിട്ട്. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഇനിയിപ്പോ പുതുതായിട്ടൊന്നും പഠിക്കാനുണ്ട. നമ്മളിപ്പം നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന കുറെ പോയിന്റുകളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു, ഫോക്കസ് ഏരിയകളൊക്കെ നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിക്കാണും. ആ കൺസെപ്റ്റുകളൊക്കെ നന്നായിട്ടൊന്ന് റിവൈസ് ചെയ്തിട്ട് പോവാ കേട്ടോ. ഇനി പുതിയ കാര്യങ്ങൾ പഠിക്കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയാ, നമ്മള് ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ നന്നായിട്ട് റിവൈസ് ചെയ്യണം. നമുക്ക് 90 മാർക്കാണ് ജനറൽ കാറ്റഗറിക്കാർക്ക് വേണ്ടത്. അപ്പം ബാക്കിയുള്ളവർക്ക് അതിന്റെ താഴോട്ട്. പക്ഷെ എല്ലാവരും ഒരു 90 മാർക്ക് എയിം ചെയ്യുക. എല്ലാ ക്വസ്റ്റിനും 120 മാർക്കും നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. കാരണം നെഗറ്റീവ് ഇല്ലാത്ത എക്സാം ആണ്. അതുകൊണ്ട് എല്ലാ ക്വസ്റ്റിനും അറ്റൻഡ് ചെയ്യുക. പിന്നെ ഒരു ക്വസ്റ്റിനും നിങ്ങൾ എന്താ സ്റ്റക്ക് ആവരുത്. പെട്ടെന്ന് അറിയുന്നത് തന്നെ ചെയ്ത് തന്നെ പോവുക. ശേഷം അറിയാത്തത് രണ്ടാമത്തെ ട്രിപ്പിൽ വന്നിട്ട് വേണം, ഒരു റൗണ്ടും കൂടി എടുത്തിട്ട് വേണം അറിയാത്തത്. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ടൈം വേസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അറിയുന്ന ചോദ്യമൊക്കെ പുറകിലുണ്ടായിരിക്കും. ആ 1-2 മാർക്ക് കിട്ടിയാൽ ചിലപ്പോൾ നമ്മൾ പാസ്സാവും. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് അറിയുന്ന കറുപ്പിക്കുക. ശേഷം അറിയാത്തത് വർക്ക്ഔട്ട് ചെയ്യേണ്ടതൊക്കെ ആണെങ്കിൽ ചെയ്ത് നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് 120 കറപ്പിക്കാം. അപ്പൊ അതുകൊണ്ട് എല്ലാവരും എല്ലാം ചെയ്യുക. കുറച്ചൊക്കെ മാർക്ക് നമുക്ക് ഒരു 10 മാർക്കിൽ 2 മാർക്കൊക്കെ നമുക്കൊരു ലക്ക് ഫേവർ ചെയ്യുമായിരിക്കും അല്ലെ. അപ്പൊ അതും കൂടെ നിങ്ങൾ വിശ്വസിക്കുക. അതുകൊണ്ട് എല്ലാവരും എല്ലാം കവർ ചെയ്ത് നന്നായിട്ട് പഠിച്ചു പോവാ കേട്ടോ. അപ്പൊ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. thank you, Miss. ഓക്കെ.